വലിയ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ മധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ആടുന്നതുകൊണ്ട് ആ കരങ്ങളെ ഒന്ന് ചലിപ്പിച്ച് നമുക്ക് ദൈവത്തെ നന്ദി പറയാം. പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഇന്ന് ഉപവാസത്തിന്റെ 7ാമത്തെ ദിവസമാണ്, പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 6 ദിവസത്തെ ഒഴുക്കം കഴിഞ്ഞ് 7ാമത്തെ ദിവസം സ്തോത്രം ഒരു ദൈവ പ്രവർത്തികളുടെ ദിവസമാണ്, ദൈവത്തിന്റെ സ്വസ്ഥതയുടെ ദിവസമാണ്. ഹല്ലേലൂയ. ദൈവം വലിയ ചെയ്യുമെന്ന് വളരെ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ഇന്നത്തെ ദൂത് റുവാ കാറ്റ്, ദൈവത്തിന്റെ റുവാ കാറ്റ്, ദ വിൻഡ് ഓഫ് ഗാഡ്. റുവാ നമുക്ക് എല്ലാവർക്കും പറയാം, റുവാ ദൈവത്തിന്റെ കാറ്റ്, ദ വിൻഡ് ഓഫ് ഗാഡ്, ദ വിൻഡ് ഫ്രം ഹെവൻ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം അതിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. സ്വർഗത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. അവർ അന്യഭാഷകളിൽ ആത്മനിറവ് പ്രാപിച്ച് സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. പെന്തക്കോസ്ത് ദിവസം 120 കാത്തിരുന്ന, ഒരുങ്ങിയിരുന്ന, തയ്യാറായിരുന്ന, ദൈവശബ്ദം കേട്ട്, കർത്താവിന്റെ വാക്കുകൾ കേട്ട്, കർത്താവിന്റെ ശിഷ്യന്മാര് 120 പേര് ആഹ്വാനം കേട്ടു. അവരൊരുമിച്ച് കൂടി, അവരുടെ ഹൃദയങ്ങളെ അവർ താഴ്ത്തി, അവർ പ്രാർത്ഥനയിൽ അവരുറ്റിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ ഒരുങ്ങി, അവരുടെ മനസ്സുകൾ ഒരുങ്ങി, ക്രമീകരിക്കേണ്ടതെല്ലാം അവർ ക്രമീകരിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം പറയുന്നത്, പെന്തക്കോസ്ത് ദിവസം വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി വന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് നമുക്ക് പറയാം, പെട്ടെന്ന് നമ്മൾ പെട്ടെന്നുള്ള ദൈവപ്രവൃത്തിയുടെ മധ്യത്തിലാണ് ദൈവം നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇത് ചെങ്ങന്നൂരിന്റെ സമയമാണ്. ഞാനൊന്ന് വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ കാറ്റ്, റുവാ കാറ്റ് നമ്മുടെ മധ്യത്തിൽ വീശുകയാണ്. The wind of God is blowing. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമ്മുടെ മധ്യത്തിൽ അലയടിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു കാറ്റടിയുടെ കീഴിലാണ് ഞാൻ ഇങ്ങനെ ഒന്ന് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. There is a fresh wind of God that is flowing and blowing from heaven. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ റുവാ കാറ്റ്, ദൈവത്തിന്റെ നൂതനമായ പുതിയ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അലയടിക്കുന്നു, വീശുന്നു. ഹല്ലേലൂയ. ഒരു ചുഴലിക്കാറ്റ് അടിക്കുന്നത് പോലെ. ഹല്ലേലൂയ. അത് സാധാരണ കാറ്റല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 120 പേരുടെ മധ്യത്തിൽ മാളിക മുറിയിൽ വെളിപ്പെട്ട അസാധാരണമായ, അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ മുഴക്കത്തോടെ. ചെറിയ കാറ്റിന് മുഴക്കമില്ല, സൗണ്ട് അല്ല. വലിയ കാറ്റുകൾക്കാണ് മുഴക്കമുള്ളത്. It's a rushing mighty wind. Hallelujah. ഉപവാസത്തിന്റെ 7ാമത്തെ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, the wind of God is blowing. ദൈവത്തിന്റെ റുവാ കാറ്റ്, ദൈവത്തിന്റെ റുവാ കാറ്റ്. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി, ഒന്ന് വീശി, എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പ്രതികരിച്ച് ഹല്ലേലൂയ ആ കാറ്റിനെ ഒന്ന് സ്വീകരിക്കാൻ, ആ കാറ്റിൽ ഒന്ന് ഒഴുകുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. 2-ാമത്തെ വാക്യം നമുക്കൊന്ന് വീണ്ടും ഒന്ന് വായിച്ചു കേൾക്കാം. എന്താ സംഭവിച്ചത്? റുവാ കാറ്റ്, പരിശുദ്ധാത്മാവ്, the wind of God. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കാറ്റല്ല, പരിശുദ്ധാത്മാവ് കാറ്റ് പോലെ. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം 2-ാമത്തെ വാക്യം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഒരു മുഴക്കമുണ്ട്. ആകാശത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഒരു മുഴക്കമുണ്ടായി. ഹല്ലേലൂയ. അത് ഭൂമിയിൽ നിന്നുള്ള ഒരു കാറ്റല്ല, അത് മാനുഷിക കാറ്റുകളല്ല, സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റ്. അത് മുറി മൊത്തം നിറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം കൂടിയിരുന്നവരുടെ മേൽ ദൈവത്തിന്റെ കാറ്റടിച്ചു. ഇന്നും ആ കാറ്റടിക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ വേഗത വർദ്ധിച്ചു വരികയാണ്, അതിന്റെ തീവ്രത വർദ്ധിച്ചു വരികയാണ്. ഈ വചനം നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇതിന്റെ വെളിപ്പാടുകൾ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വരുമ്പോൾ തന്നെ ഈ റുവാ കാറ്റ് അത് ആഞ്ഞടിക്കും. ഈ മീറ്റിംഗ് കഴിയുന്ന ഹല്ലേലൂയ ആ നിമിഷത്തിൽ, ഹല്ലേലൂയ, എന്തൊക്കെയോ നിങ്ങൾക്ക് അനുഭവിക്കുന്ന ആ നിലവാരത്തിൽ ദൈവത്തിന്റെ റുവാ കാറ്റ്, നമുക്കൊന്ന് വിളിച്ചു പറയാം, ദൈവത്തിന്റെ റുവാ കാറ്റ്, the wind of God, the mighty rushing wind. അത് ചെങ്ങന്നൂരിൽ അടിക്കും, അത് കേരളത്തിൽ അടിക്കും, അത് ഭാരതത്തിൽ അടിക്കും. 120 പേരുടെ മേൽ ഈ കാറ്റടിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചപ്പോൾ അവർ ചരിത്രം സൃഷ്ടിച്ചു. അവർ സാധാരണക്കാരാണ്, വലിയ പഠിത്തമില്ല, വലിയ കഴിവില്ല, വലിയ ബാക്ക്ഗ്രൗണ്ട് പറയാനൊന്നുമില്ല. പക്ഷേ ഈ കാറ്റടിച്ചു എന്ന് പറഞ്ഞ് കാറ്റടിച്ചു, പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചു. പ്രതികരിക്കാൻ കഴിയുന്നവരെല്ലാം പ്രതികരിക്കണം. ഹല്ലേലൂയ. ഈ കാറ്റിനോട് നിങ്ങൾക്ക് ഒന്ന് ചേർന്ന് പറക്കുവാൻ കഴിയും. അതുകൊണ്ട് പ്രതികരിക്കണം. ഒരു നല്ല ആമീൻ പറയണം. ആ കൈ അടിച്ച് ഒന്ന് ഏറ്റെടുക്കണം. അത് നിങ്ങൾക്ക് വിടുതല, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അടുത്ത നിലവാരങ്ങളിലേക്ക്. ഇന്ന് ചരിത്രം മാറുന്ന ദിവസമാണ്. ഈ സഭയുടെ ചരിത്രം മാറുന്ന ദിവസമാണ്.
ഈ ദേശത്തിന്റെ ചരിത്രം മാറിയുന്ന ഒരു സീസണിലാണ് നാം. സ്വർഗം തുറക്കുന്ന ഒരു സീസണിലാണ്. വാവ്, പരിശുദ്ധാത്മാവ് കാറ്റുപോലെ പല സമയങ്ങളിൽ ശുശ്രൂഷിക്കുമ്പോൾ ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒത്തിരി പേര് രാവിലെ സമയങ്ങൾ പ്രത്യേകിച്ച് 3 മണിക്കൂറുണ്ടല്ലോ അന്യഭാഷകളിൽ പരിശുദ്ധാത്മാവിൽ അങ്ങ് നനഞ്ഞ് കുതിർന്ന് സാക്ഷ്യങ്ങളാണ്. എന്താ, ഞങ്ങൾക്ക് സുഗന്ധം മണക്കാം, ഞങ്ങൾക്ക് വലിയൊരു സൗരഭ്യവാസന, എന്തോ ഒരു വലിയ സുഗന്ധം ഇവിടെ പരക്കുന്നു. ഗിലിയാദിലെ സുഗന്ധ തൈലം, the fragrance of God. അതെല്ലാം അടയാളങ്ങളാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു. വാവ്, അതുപോലെ തന്നെ ശുശ്രൂഷകളുടെ മധ്യത്തിൽ അനുഭവങ്ങളാണ്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് കാറ്റ് പോലെ നാം കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ ആത്മാവിൽ ഉണ്ടാകുന്ന അനുഭവമല്ല. 120 പേർ കൂടിയിരുന്നിടത്ത് കൊടിയ കാറ്റടിച്ചതുപോലെ പരിശുദ്ധാത്മാവ് കാറ്റായി. ആ കാറ്റിൽ ചലിക്കേണ്ട വിൻഡ് മില്ലുകളാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുമ്പോൾ ആ കാറ്റിൽ ചലിക്കേണ്ട, അങ്ങനെ ചലിക്കാൻ റെഡിയായവർ ഒന്ന് ചലിച്ചു തുടങ്ങണം. നിങ്ങൾ ചലിച്ചു തുടങ്ങുമ്പോൾ വലിയ ചലനങ്ങൾ ഉണ്ടാകും. ദൈവത്തിന്റെ റുവാ കാറ്റ് ഈ സഭയിൽ അടിക്കുന്നു. The wind is blowing, the fresh wind of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നൂതനമായ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട കൊടിയ കാറ്റ്. ഒന്ന് പറയാം, a mighty rushing wind. സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ റുവാ കാറ്റായി സകലത്തെയും മാറ്റിമറിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയുടെ കാറ്റായി, ചലനങ്ങളെ സൃഷ്ടിക്കുന്ന കാറ്റായി വെളിപ്പെടുകയാണ്. The rushing mighty wind. സ്വർഗത്തിൽ നിന്നുള്ള കൊടിയ കാറ്റ്. ആദിമസഭയുടെ ചരിത്രത്തെ മാറ്റി എഴുതിയ ദൈവദാസന്മാരുടെ, ദൈവമക്കളുടെ ഒക്കെ ജീവിതങ്ങളെ മാറ്റിക്കുറിച്ച പരിശുദ്ധാത്മാവിന്റെ റുവാ കാറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കാറ്റല്ല, കാറ്റ് പോലെ. പരിശുദ്ധാത്മാവ് തീയല്ല, തീ പോലെ. അപ്പോൾ ഇന്ന് കാറ്റ് പോലെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം ഒന്ന് പഠിക്കുവാൻ പോകുകയാണ്. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ദിവസങ്ങളാണ്. പിതാവാം ദൈവം യാഹോവേ ദൈവത്തിന്റെ ഭൂമിയിലുള്ള ദിവസങ്ങൾ പഴയ നിയമത്തിൽ കുറിച്ചിരിക്കുന്നു. 33 വർഷക്കാലം പുത്രന്റെ ദിവസങ്ങൾ, പുത്രൻ ഭൂമിയിൽ വാണ് വെളിപ്പെട്ട് പ്രവർത്തിച്ച ദിവസങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം മുതൽ പരിശുദ്ധാത്മാവിന്റെ ദിവസങ്ങളാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നതും പ്രവർത്തിക്കുന്നതും കാറ്റ് പോലെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാം. ആദിയിൽ ദൈവം ആകാശത്തെ ഭൂമിയും സൃഷ്ടിച്ചു. പക്ഷേ 2-ാമത്തെ വാക്യമായപ്പോൾ എന്താ? ഭൂമി പാഴും ശൂന്യമായി കിടന്നു. ഹല്ലേലൂയ. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. 2-ാം വാക്യമായപ്പോഴത്തെ ഭൂമി പാഴും ശൂന്യമായി. യെസ്. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ മീതെ പരിവർത്തിച്ചു. ദൈവത്തിന്റെ ആത്മാവ്, the spirit of God. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്കാണ് റുവാ. ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞ എബ്രായ വാക്കാണ് റുആ. ആ റുവാ വാക്കിന് 3-4 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ആത്മാവ്, സ്പിരിറ്റ്. അതുകൊണ്ടാണ് റുവായെ സ്പിരിറ്റ്, ആത്മാവ്. 2, ശ്വാസം. യേശു തന്റെ ശിഷ്യന്മാരുടെ മുകളിൽ ഊതി. He breathed on them. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-20 വാക്യത്തിൽ യേശു സ്വർഗ്ഗാരോഹണത്തിന് മുമ്പേ ക്രൂശിൽ തന്റെ പ്രവൃത്തികളെല്ലാം ചെയ്തു തീർത്ത് ദൗത്യം 11 അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു പോകുന്ന ഭാഗമാണ്. അപ്പോൾ യേശു ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു നിയോഗം കൊടുക്കുന്നു, ഒരു അസൈൻമെന്റ് കൊടുക്കുന്നു, ഒരു ടാസ്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് എന്താണ് യേശു ചെയ്യുന്നത്? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് യേശു നടുവിൽ വന്നു. ഇന്നും യേശു നമ്മുടെ മധ്യത്തിൽ നടുവിൽ വന്ന് കാറ്റിനെ ഒന്ന് തുറന്നു വിടുകയാണ്. ഈ റുവാ കാറ്റിനെ, നാം അനുഭവിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ കാറ്റിനെ, അതിന്റെ സ്പീഡിനെ, അതിന്റെ ഫോഴ്സിനെ, അതിന്റെ വേഗതയെ, അതിന്റെ തീവ്രതയെ, അത് കാറ്റായി മാത്രമല്ല, അത് കൊടിയ കാറ്റായി. Not just a wind, but a mighty rushing wind that's able to create mass advancement. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അവരോട് സമാധാനം ഉണ്ടാകും. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം. 21-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുക. ഹല്ലേലൂയ. എവിടെയായി കാറ്റ് വെളിപ്പെടുന്നത്? എവിടെയായി റുവാ കാറ്റ് അതിതീവ്രതയോട് അടിക്കുന്നത്? സ്വന്തം ദൈവത്തിന്റെ ഹൃദയത്തിലേക്കും നിയോഗത്തിലേക്കും ഒരു വ്യക്തി വന്നു ചേർന്നാൽ, ഒരു സഭ വന്ന് നിന്നാൽ, ഒരു ദേശം വന്നു നിന്നാൽ, അവിടെ ദൈവത്തിന്റെ റുവാ കാറ്റ് സ്വന്തം ആഞ്ഞടിക്കുവാൻ ഇടയായിത്തീരും. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ 120 പേർ യേശുവിന്റെ വാക്ക് കേട്ടു. ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ, ഈ ദൗത്യം ഏറ്റെടുത്ത് ദൈവരാജ്യത്തെ വർദ്ധിപ്പിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ ടെറിട്ടറികളെ പിടിച്ചെടുക്കുവാൻ നിയോഗബോധത്തോടെ വന്നു കൂടി 120 പേരുടെ മേൽ ഈ റുവാ കാറ്റ് നാം വായിച്ചതുപോലെ സ്തോത്രം ഒരു കൊടിയ കാറ്റായി അടിക്കുവാൻ ഇടയായിത്തീർന്നു. പക്ഷെ അതിന്റെ മുന്നോടിയായി അവരെ ഒന്ന് ഒരുക്കിയെടുക്കുവാൻ, ഈ കാറ്റ് വരുമ്പോൾ എങ്ങനെ ഇരിക്കും, അതെങ്ങനെയാണ് നിങ്ങൾ പ്രാപിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഒരു ഫോർ ടേസ്റ്റ്, ഒരു വലിയ വിരുന്ന് കഴിക്കുന്നതിന് മുമ്പേ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുവാൻ യേശു അവരിലേക്ക് പരിശുദ്ധാത്മാവിനെ ഊതുകയാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി. യേശു എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ മേൽ ഊതി. എന്ത് പറഞ്ഞു? അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവേൻ. അപ്പോൾ യേശു എന്ത് ചെയ്യാം? ഊതുകയാണ്. 11 പേരും ഒരുക്കത്തോടെ കർത്താവിന്റെ വാക്കുകൾ കേട്ടു.
ഊതിയ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന നിലവാരത്തിൽ അവരുടെ ഹൃദയങ്ങളെ ഒരുക്കി. ദൈവശബ്ദം കേട്ടോ അവൻ മാളിക മുറിയിൽ ആ മുഴക്കത്തിന് വേണ്ടി, കൊടിയ കാറ്റായി വരുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി അവരുടെ ഹൃദയങ്ങളും മനസ്സുകളും തുറന്ന് യേശു പരിശുദ്ധാത്മാവിനെ ഊതിയത് പ്രാപിച്ച് സ്വീകരിച്ച് അവൻ വീണ്ടും ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ ഒരു ചെറിയ കാറ്റായി വന്ന പരിശുദ്ധാത്മാവ് ഇതാ മഹാകാറ്റായി, കൊടിയ കാറ്റായി അവിടെ മേൽ വന്ന് അടിക്കുവാൻ ഇടയായിത്തീർന്നു. ആ മുറി മൊത്തവും പരിശുദ്ധാത്മാവിന്റെ കൊടിയ കാറ്റിനാൽ നിറയുവാൻ ഇടയായി. ഈ പരിശുദ്ധാത്മാവിന്റെ കാറ്റിനെ ദൈവം തുറന്നു വിടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? നാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? I receive the wind of the Holy Spirit. അങ്ങനെ ഒരു രീതിയിൽ നമ്മളെ തന്നെ തുറന്നു കൊടുത്താൽ ഈ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ആഴത്തിൽ അടിക്കും. അത് കൊടിയ കാറ്റായി നമുക്ക് അനുഭവപ്പെടാം. അങ്ങനെ ചേർന്ന് വിശ്വസിക്കുന്നവരുടെ മധ്യത്തിലേക്ക് തൊട്ടറിയാവുന്ന രീതിയിൽ പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റായി അങ്ങനെയുള്ള അനുഭവം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റായി ഈ ദേശത്തിൽ അടിക്കും, കേരളത്തിൽ അടിക്കും, ഭാരതത്തിൽ അടിക്കും, സ്ഥിതിഗതികളെ മാറ്റുവാൻ ഇടയായിത്തീരും. ആമേൻ. അപ്പോൾ റൂവാ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം, റൂവ എന്ന് പറഞ്ഞ ആ വാക്ക് അർത്ഥം ശ്വാസം, കാറ്റ്, സ്പിരിറ്റ്, സ്പിരിറ്റ് ആത്മാവ്, ആത്മാവ്. 3 വിൻഡ്. റൂവ 3 അർത്ഥങ്ങളാണ് റൂവായ്ക്കുള്ളത്. 1 കാറ്റായി, ശ്വാസമായി, ആത്മാവായി, ബ്രത്തായി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. സ്തോത്രം. ഹല്ലേലൂയ. പിതാവാം ദൈവം എന്താ ചെയ്തത്? ദൈവം എന്താ ചെയ്തത്? പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയതിനു ശേഷം ദൈവം ആ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. The breath of life. ജീവശ്വാസമായി, ജീവനായി, കാറ്റായി, ആത്മശക്തിയായി ഈ ദൈവത്തിന്റെ റൂവ കാറ്റ് നമ്മുടെ മീതെ അടിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പൊടിയായ മനുഷ്യനെ നിർമ്മിച്ചു, ആ മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവത്തിന്റെ ജീവശ്വാസം, the breath of life. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് കാറ്റായി, ശ്വാസമായി, ജീവനായി, ഹല്ലേലൂയ, വെളിപ്പെടുവാൻ ഇടയായിത്തീരും. റൂവ കാറ്റ് ജീവനെ കൊണ്ടുവരുന്ന ഒരു കാറ്റാണ്. ആ കാറ്റടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിർജീവമായി കിടന്ന ആ മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവം ശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി മാറിയതുപോലെ It's the breath of life. It's the breath of life. ഈ റൂവ കാറ്റ് നമ്മുടെ മധ്യത്തിലേക്ക് അതിതീവ്രതയോടെ വീശുമ്പോൾ ദൈവത്തിന്റെ ജീവൻ നമ്മളിൽ ഉളവാകുകയാണ്. സമൃദ്ധിയായ ജീവന്റെ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ അനുഭവമായി നമ്മുടെ ദേശത്ത് വെളിപ്പെടുത്തുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ ജീവശ്വാസം, the breath of life. മരിച്ചതും നിർജീവമായ അളിഞ്ഞതും നശിച്ചതും നാറ്റം ഭ്രമിച്ചതും കുഴിച്ചു മൂടപ്പെട്ട സകലത്തിന്മേലും ദൈവത്തിന്റെ റൂവ കാറ്റ് ജീവൻ കൊണ്ടുവരിക, സകലത്തെയും ഉയർപ്പിച്ച് ദൈവത്തിന്റെ ജീവശ്വാസം. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് കാറ്റായി, കൊടിയ കാറ്റായി വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവ് റൂവ കാറ്റായി പ്രവർത്തിക്കുന്നു, പരിവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് കാറ്റ് പോലെ ദൈവത്തിന്റെ 4 കാറ്റുകൾ. ഹല്ലേലൂയ. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്, ഈ നിഹിതന്മാരുടെ മുകളിൽ, നമുക്ക് എസെക്കിയേൽ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 8, 9, 10 വാക്യങ്ങൾ നമ്മൾ പെട്ടെന്ന് വായിക്കാം. പ്രവാചകൻ ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് പറയുകയാണ് കാറ്റുകളോടെ, ദൈവത്തിന്റെ 4 കാറ്റുകളോടെ, the 4 winds of God. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ 4 കാറ്റുകൾ അത് ശക്തമായി ചെങ്ങന്റെ ഊരിലടിക്കുവാൻ ഇടയായിട്ട്, വടക്കൻ കാറ്റ്, തെക്കൻ കാറ്റ്, കിഴക്കൻ കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ്, ദൈവത്തിന്റെ ഓരോ കാറ്റിനും തിരുവെഴുത്തുകളിൽ പ്രത്യേകതയുണ്ട്. പ്രവാചകനോട് പറയുകയാണ്. യെസ്, നമുക്കത് വായിച്ചു കേൾക്കാം. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. ത്വക്ക് പൊതിഞ്ഞത് ഞാൻ കണ്ടു. അപ്പോൾ വലിയ ഒരു ക്രമീകരണം നടന്നു. ചെതറിക്കിടക്കുന്ന അസ്ഥികളെല്ലാം ഒന്നായി ചേർന്നു, ഞരമ്പും മാംസവും ത്വക്കൊക്കെ വന്ന് ചേർന്നു. പക്ഷേ അവസ്ഥ എങ്ങനെയാണ്? എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. ശ്വാസം അവരില്ല. ഒരു ഡെഡ് ബോഡി പോലെ കിടക്കുക. അല്പം ദൈവപ്രവൃത്തികൾ നടന്നു. ചെതറി കിടന്നവരെല്ലാം ഒരുമിച്ച് വന്നു. ശരീരമായി നാടിഞരമ്പുകൾ വന്നു, മാംസം വന്നു, ത്വക്ക് കൊണ്ടെല്ലാം മൂടി. കണ്ടാൽ വളരെ നല്ലതായി, പക്ഷെ ശ്വാസമില്ല, ജീവനില്ല, ചലനമില്ല. എസെക്കിയേൽ പ്രവാചകനോട് ദൈവം വീണ്ടും ഇടപെടുകയാണ്. എന്താണ്? അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കുക. കാറ്റിനോട്, ഇവിടെ റൂവ കാറ്റ് നമ്മുടെ മേൽ ശക്തിയോട് അടിച്ചുകൊണ്ടിരിക്കുന്നു. The wind is blowing again. The fresh wind of the Holy Spirit is blowing. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അടിക്കുന്നു. ആ കാറ്റ് വീശുന്നു, ആ റൂവ കാറ്റ് വീശുന്നു. ആ കാറ്റിന്റെ അനുഭവത്തിലേക്ക് വന്നവർ, സ്വാധീനത്തിലേക്ക് വന്നവർ, അവരുടെ മേൽ ഒരു വലിയ ദൈവിക നിയോഗം കൂടെ ഉണ്ട്. കാറ്റ് അനുഭവിച്ചവർ, കാറ്റ് രുചിച്ചവർ, കാറ്റിന്റെ സ്വാധീനത്തിൽ വന്നവർ, പരിശുദ്ധാത്മ റൂവ കാറ്റിന്റെ ആ സ്വാധീനത്തിൽ വന്ന് കറങ്ങുവാൻ തുടങ്ങിയവർ, ചലിക്കുവാൻ തുടങ്ങിയവർ, മൂവ് ചെയ്യുവാൻ തുടങ്ങിയവർ, പ്രവാചക ശബ്ദമായി ദൈവത്തിന് അങ്ങനെയുള്ള ചില വിൻഡ് മില്ലുകളെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കുവാനുണ്ട്. പിന്നെ പ്രവാചകനോട് പറയുക 4 കാറ്റുകളോട് നമുക്ക് വായിച്ചു കേൾക്കാം. യെസ്. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്. മനുഷ്യപുത്ര, 7 പ്രാവശ്യമാണ് ആ കാറ്റിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റൂവ.
റൂവാ. ചിലപ്പോൾ അത് ശ്വാസം, ചിലപ്പോൾ അത് ജീവൻ, ചിലപ്പോൾ അത് ആത്മാവ്. പ്രൊഫറ്റിക് ലാംഗ്വേജിൽ ഇസ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ് ദർശനത്തിലൂടെ ദൈവം യെശയ്ക്കയിലൂടെ ഇടപെടുന്നത്. നീ കാറ്റിനോട്, നീ ആത്മാവിനോട്, നീ റൂവായോട്, നീ റൂവാ കാറ്റിനോട് നീ പ്രവചിക്കേണ്ടത്. ഈ കാറ്റിൽ ചലിക്കുവാൻ പഠിച്ചവർ, ഈ കാറ്റ് അനുഭവിക്കുന്നവർ, ഈ കാറ്റിന്റെ സ്വാധീനത്തിൽ വന്ന ആ ജനം, ആ ഗണം, ആ കൂട്ടം, ആ 120 അവർ ചേർന്ന് പറയുക, പരിശുദ്ധാത്മാ കാറ്റിനോട് പറയുക, in the name of Jesus, let the wind blow. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ശെങ്കന്റെ ഊരിൽ വീശട്ടെ. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് കേരളത്തിൽ വീശട്ടെ, ഓസ്ട്രേലിയയിൽ വീശട്ടെ. ജനമെല്ലാം കൂടി വന്നു. അല്പസ്വല്പം ജീവന്റെ അടയാളങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കാര്യമായ ചലനങ്ങളൊന്നുമില്ല, ശ്വാസമൊന്നുമില്ല. നീ ചെയ്യേണ്ടത് എന്താണ്? പ്രവാചക, നീ ചെയ്യേണ്ടത് എന്താണ്? കാറ്റിനോട് നീ പ്രവചിച്ച് പറയേണ്ടത്. എന്താ പ്രവചിച്ച് പറയേണ്ടത്? യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശ്വാസമേ, നീ 4 ദിക്കുകളിൽ നിന്നും വന്ന്, ഈ 4 ദിക്കുകളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവരുടെ മേൽ ഊതുക. Thus saith the Lord God, come from the four winds, O breath, and breathe upon these who are slain, that they may live. അവർ ജീവിക്കേണ്ടതിന്, ഹല്ലേലൂയ, നിഹിതന്മാർ ജീവിച്ചെഴുന്നേൽക്കേണ്ടതിന് വേണ്ടി മനുഷ്യപുത്ര 4 കാറ്റുകളോട് പ്രവചിച്ച്, 4 കാറ്റ് 4 ദിശയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ 4 കാറ്റുകളെ ഒരുമിച്ച് വന്ന് ചേർന്ന് ഈ നിഹിതന്മാരുടെ മേൽ ഒന്ന് അടിക്കണമേ. ഹല്ലേലൂയ. വാവ്. ഭൂമിയിൽ ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം മാത്രം പോരാ, മനുഷ്യൻ മാത്രം പോരാ. ഇറ്റ്സ് എ ഡിവൈൻ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. ആമേൻ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ്. സഹായിയായ പരിശുദ്ധാത്മാവ് വന്നത് ദൈവത്തിന്റെ ഹൃദയത്തെ ഭൂമിയിൽ സ്ഥാപിതമാക്കുവാൻ, ദൈവരാജ്യത്തെ സ്ഥാപിതമാക്കുവാൻ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ്. എത്ര പേർ ദൈവത്തിന്റെ പാർട്ട്നേഴ്സ് ആകുവാൻ ആഗ്രഹിക്കുന്നു? How many of you want to become partners of God? ഈ റുവാ കാറ്റ് നമ്മളെ അടിക്കുക മാത്രമല്ല, ഈ റുവാ കാറ്റിലെ ഓപ്പൺ ഹെവൻസ്. ഇത് ചെങ്ങന്നൂരിന്റെ സമയമാണ്. ചെങ്ങന്നൂരിൽ വലിയ ഷിഫ്റ്റുകളുടെ സമയമാണ്. ചെറിയ ചെറിയ ഷിഫ്റ്റുകൾ നടന്നു, ചെറിയ ചെറിയ ചലനങ്ങളും മാറ്റങ്ങളും നടന്നു. ഈ 14 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ പിന്നിൽ പരിശുദ്ധാത്മാവ് തന്ന ദൂത് നിയോഗം, ഞാൻ ചെങ്ങന്റെ ഊരിൽ കാലെടുത്ത് വെക്കും, ഞാൻ മഹാരാജാവായി വെളിപ്പെടും. അതുകൊണ്ടാണ് നാം കൈയടിക്കേണ്ടത്, അതുകൊണ്ടാണ് നാം ആർക്കേണ്ടത്. ദൈവത്തിന് പാർട്ണർ ചെയ്യുവാൻ ഒരു പ്രവാചകനെ വേണം. ചെങ്ങന്റെ സ്ഥിതിഗതികളെ മാറ്റുവാൻ, ആത്മീയ അന്തരീക്ഷത്തെ മാറ്റുവാൻ, ഉണങ്ങിയ അസ്ഥികളെ പോലെ ചിതറി കിടക്കുന്ന അനുഭവമുള്ള, ആശയത്ത് കിടക്കുന്ന, മനുഷ്യ കിടക്കുന്ന, ചത്തിരിക്കുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ആശയില്ലാത്ത അവസ്ഥകൾ, ഹോപ്പ്ലെസ് ആയ ഡെഡ് ആയ സിറ്റുവേഷൻ, ചതിരി കിടക്കുക, പരന്നു കിടക്കുക, വേർപെട്ട് കിടക്കുക. പക്ഷെ ദൈവത്തിന്റെ സ്ഥലത്തെ തിരിച്ചു പിടിക്കണം, ദൈവത്തിനെ തിരിച്ചു പിടിക്കണം. ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകനോട് ചോദിക്കുക, ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ചിന്തിച്ചാൽ വളരെ ഉണങ്ങിയിരിക്കുന്ന ചെതറിക്കിടക്കുന്ന അസ്ഥികൾ ജീവിക്കുമോ? ഇല്ല, ജീവിക്കത്തില്ല. പക്ഷെ ദൈവം പറയാ, എനിക്ക് എന്റെ മക്കളെ, എന്റെ ദേശത്തെ, എന്റെ വാഗ്ദത്തങ്ങളെ, നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ, സ്വപ്നങ്ങളെ, എസെക്കിയേലിനോട് പറയുക, എങ്ങനെയാ ഹോപ്പ്ലെസ് ആയി കിടക്കുന്ന, ചത്തു കിടക്കുന്ന, അടഞ്ഞു കിടക്കുന്ന, ശാപത്തിൽ കിടക്കുന്ന, അസാധ്യതകളിൽ കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന, ഹോപ്പ്ലെസ് ആയി കിടക്കുന്ന, ഡെഡ് ആയി കിടക്കുന്ന സാഹചര്യങ്ങളെ എന്റെ കൂടെ നീ ചേർന്ന് അതിനെ മാറ്റുവാൻ പഠിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി കാലാകാലങ്ങളിൽ ഓരോ സമയങ്ങളിൽ നമ്മെ എഴുന്നേൽപ്പിച്ച് ദൈവത്തോട് കൂടെ പാർട്ണർ ചെയ്യുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന് കിട്ടുമ്പോൾ, ഒരു കൂട്ടത്തെ കിട്ടുമ്പോൾ, ഒരു ഗണത്തെ കിട്ടുമ്പോൾ ദൈവം വീണ്ടും ഈ പ്രവൃത്തി അങ്ങ് ആരംഭിക്കും. ഉണങ്ങിയ അസ്ഥികളെ വീണ്ടും ജീവിപ്പിക്കുവാൻ, ഹോപ്പ്ലെസ് ആയി കിടക്കുന്ന അവസ്ഥകളെ അവിടെ വീണ്ടും ദൈവത്തിന്റെ ഹോപ്പ് ജീവൻ കൊണ്ടുവരുവാൻ, ചലനങ്ങൾ അത്തി കിടക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും ദൈവത്തിന്റെ റൂഹ കാറ്റടിച്ച് വീണ്ടും ചലനങ്ങളെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. ദൈവം അന്വേഷിക്കുക, എനിക്കൊരു ഷെറിയെ കിട്ടുമോ, എനിക്കൊരു സുരേഷിനെ കിട്ടുമോ, എനിക്കൊരു കുര്യനെ കിട്ടുമോ, എനിക്കൊരു മിനിയെ കിട്ടുമോ, എനിക്ക് ഒരു അജിത്തിനെ കിട്ടുമോ, ഒരു ചെറുവിനെ കിട്ടുമോ, എനിക്കൊരു അച്ഛയെ കിട്ടുമോ, എനിക്കൊരു സുമയെ കിട്ടുമോ, എനിക്കൊരു രാജനെ കിട്ടുമോ, എനിക്കൊരു റജിയെ കിട്ടുമോ, എനിക്കൊരു ബിനലിനെ കിട്ടുമോ? നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞത് നിങ്ങളുടെ മേലൊക്കെ ദൈവത്തിന്റെ കണ്ണുള്ളത് കൊണ്ടായിരിക്കാം പരിശുദ്ധാത്മാവ് ആ വാക്കുകൾ തന്നെ. നിങ്ങൾ പേര് വിളിച്ചില്ലെങ്കിലും ദൈവമേ എന്നെ കിട്ടും. ഈ ദൂതുകൾ വരുന്നത് നമ്മളെ ഒന്ന് ഒരുക്കുവാനാണ്, നമ്മുടെ ഉള്ളിൽ വിശ്വാസം നൽകുവാനാണ്, നമ്മളെ ആ തലത്തിലേക്ക് ഒന്ന് ഒരുക്കിയെടുത്ത് നിർത്തുവാനാണ്. ദൈവത്തിന്റെ റൂഹ കാറ്റിന് നമ്മുടെ മേൽ പരിവർത്തിക്കുവാൻ, നമ്മളിലൂടെ പരിവർത്തിക്കാൻ, ആദ്യം നമ്മളിൽ പരിവർത്തിച്ച് let the wind blow. ഈ കാറ്റടിക്കട്ടെ, ഈ കാറ്റടിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ റൂഹ കാറ്റടിക്കട്ടെ. ഈ കാറ്റടിക്കുമ്പോൾ നിങ്ങൾ ചലിക്കണം. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതയാണ്, നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മെ നന്നായി അടിക്കും. 500 പേരെ വിളിച്ചത് ആഹ്വാനം ചെയ്ത 380 പേർ കൈകെട്ടിയിരുന്നു. അവർ വന്നില്ല, അവർ തിരിഞ്ഞിരുന്നു. പക്ഷെ 120 പേർ അവർ ആർത്തിയോടിരുന്നു, 10 ദിവസം ആവലോടിരുന്നു. അവർ ഇരുന്നാൽ അവരെ കാണാം, അവര് പ്രാപിക്കാനിരിക്കുക. ഈ ചലനം അവരെ അടിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അവര് കൊതിയോടിരിക്കുക. താൻ തീർത്തോടിനായി വാഞ്ചിക്കുന്ന പോലെ വാഞ്ചയുണ്ട്. അടിക്കട്ടെ, അടിക്കട്ടെ, ആ റൂഹ കാറ്റിനെ അടിക്കട്ടെ. ആ കാറ്റിന്റെ സ്വാധീനത്തിൽ ഞാനൊന്ന് വരുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ ചലിപ്പിക്കണേ. നിന്റെ കാറ്റിനെ തുറന്നു വിടുന്ന ഒരു വ്യക്തിയായി ദൈവം ഒരു പങ്കാളിയെ നോക്കുന്നു.
ആ പങ്കാളി താങ്കളാണെങ്കിൽ ആ കരങ്ങളെ നന്നായി ഒന്ന് ഉയർത്തണമേ. ഈ സഭയുടെ മക്കളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ അവസരമാണ് അല്ലേ? വിരുന്നൊക്കെ ഒരുക്കി കഴിയുമ്പോൾ മുൻ പന്തിയിൽ ഇരുന്ന് കഴിക്കുന്നത് എത്ര വലിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് മുൻ പന്തിയിൽ ദൈവത്തിന്റെ ഈ അപ്പം കഴിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം തന്നിരിക്കുക, കൃപ തന്നിരിക്കുക. നമുക്ക് ആർത്തിയോടെ അതങ്ങ് കഴിക്കാം, ആർത്തിയോടെ അങ്ങ് പാനം ചെയ്യാം, ആർത്തിയോടെ അങ്ങ് പിടിച്ചെടുക്കാം. അപ്പാ ഞാൻ അങ്ങയുടെ കൂടെ അതെ ചെങ്ങന്നൂരിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് ഒരു പങ്കാളിയെ വേണം. സ്തോത്രം. ഈ നീതന്മാർ ജീവിക്കേണ്ടതിന് പ്രവാചക 4 കോണുകളിൽ നിന്ന് 4 കാറ്റിനോട് വന്ന് അടിക്കുവാൻ, ഊതുവാൻ, ഈ കാറ്റടിക്കുവാൻ നീ പ്രവചിക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ, കൽപ്പിക്കുമ്പോൾ അതുപോലെ പ്രവർത്തിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടമാണ് ദൈവത്തിന്റെ പങ്കാളി. ദൈവം ഒരു കാര്യം പറയുമ്പോൾ അത് അനുസരിക്കുവാൻ ലവലേശം മടിയില്ലാതെ ഒരുക്കത്തോട് ആവലോട് ഞാനൊന്ന് റെഡിയാണെങ്കിൽ, താങ്കളൊന്ന് റെഡിയാണെങ്കിൽ, അങ്ങൊന്ന് റെഡിയാണെങ്കിൽ, then you become God's instrument. ദൈവത്തിന്റെ ഒരു ഉപകരണമായി, ദൈവത്തിന്റെ ഒരു ആയുധമായി, ദൈവത്തിന്റെ ഒരു വായായി നാം തീരുകയാണ്. അപ്പോൾ ദൈവം പ്രവചിച്ചതുപോലെ, കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. യെസ്, അവരുടെ മേൽ ശ്വാസം വന്നു, അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഇതൊരു പ്രവചന ശബ്ദമാണ് മുഴങ്ങുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൊടിയ കാറ്റ്, റൂവ കാറ്റ്. ഹല്ലേലൂയ. ചെറിയ കാറ്റായി അല്ല, വൻ കാറ്റായി, കൊടിയ കാറ്റായി, as a mighty rushing wind. ഹല്ലേലൂയ. ദേശത്തിന്മേൽ വന്നടിക്കുന്ന സമയം, സീസണാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുവാനുള്ള, പ്രവചിക്കുവാനുള്ള, ആ കാറ്റിനെ റിലീസ് ചെയ്യുവാനുള്ള ഒരു സമയമാണ്. എന്താ സംഭവിച്ചത്? നിഹിതന്മാർ ജീവിച്ച് എഴുന്നേറ്റ് നിന്ന് അവർ ജീവിച്ചു ചലിക്കുവാൻ തുടങ്ങി, ജീവന്റെ ലക്ഷണങ്ങൾ കാണിക്കുക. പിന്നെന്താ സംഭവിക്കുന്നത്? ഒരു സൈന്യമായി നിവർന്നു. അവരൊരു മഹാ സൈന്യമായി, ചെറിയ സൈന്യമല്ല, ഒന്ന് പറഞ്ഞേ, ഒരു മഹാസൈന്യം. ഈ കാറ്റടിക്കുമ്പോൾ ചതുരിക്കിടക്കുന്ന അസ്ഥികൾ ജീവിച്ചു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ സ്വപ്നം ഒന്ന് കണ്ടേ. ഇതെല്ലാം പ്രവചന വെളിപ്പാടുകളാണ്, ദർശനങ്ങളാണ്. ഒരു മഹാസൈന്യമാണ്, ഒരു മഹാസൈന്യമാണ്, ഒരു മഹാസൈന്യമാണ്, ഒരു മഹാസൈന്യമാണ്, ദൈവത്തിന്റെ ഒരു മഹാസൈന്യം. An exceedingly great army. ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം തന്റെ വചനത്തെ എന്ത് ചെയ്യും? അയക്കും. ആദ്യം ദൈവം എപ്പോഴും ചെയ്യുന്നത് ചെറിയ അനുഭവങ്ങൾ തന്ന്, ചെറിയ വെളിപ്പാടുകൾ തന്ന് നമ്മെ ഒന്ന് ഉണർത്തും. ഉണർത്തി കഴിഞ്ഞാൽ പിന്നെ ദൈവം വചനം, വെളിപ്പാടുകൾ നൽകും. അതാരെങ്കിലും പിടിച്ചെടുത്താൽ അല്ലേ? അതിലെ യേശു ചെയ്തതാ. 11 പേരുടെ മേൽ യേശു ഊതി, മക്കളെ എന്നെ അപ്പൻ അയച്ചതുപോലെ നിങ്ങളെ അയക്കേണ്ടതാ, നിങ്ങൾ പോകണം, ഇതാ പിടിച്ചോ. ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. പക്ഷെ ബാക്കിയുള്ള ഇൻസ്റ്റാൾമെന്റ് അതിനൊരു വിലയുണ്ട്, ഒരുക്കമുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത കൊടിയ കാറ്റ് അവരുടെ മധ്യത്തിൽ വെളിപ്പെട്ടത്. 50 ദിവസത്തിന്റെ ഈ ഒഴുക്കത്തിൽ സ്വത്രം ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് പ്രാപിച്ച അപ്പോസ്തലന്മാർ അവർ ഉണർന്നു, അവർ പ്രതികരിക്കാൻ തുടങ്ങി, അവർ വില കൊടുക്കാൻ തുടങ്ങി, അവർ കൂടി വരാൻ തുടങ്ങി. കാറ്റടിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം 40 ദിവസം രാവും പകലും എന്ത് ചെയ്തു? ദൈവം വചനം കൊടുത്തു. ഇതാണ് മക്കളെ എന്റെ ആഗ്രഹം. ഇങ്ങനെയാണ് ദൈവരാജ്യം പ്രവർത്തിക്കുന്നത്. അവരെ വീണ്ടും 3.5 വർഷക്കാലം പഠിപ്പിച്ചിട്ടും യേശുവിന് മതിയായില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ 40 ദിവസം വീണ്ടും നിരന്തരമായി യേശു അവരെ പഠിപ്പിക്കുക, അവരെ പഠിപ്പിക്കുക, ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുക, സത്യങ്ങൾ പഠിപ്പിക്കുക, നിഗൂഢമായി കിടക്കുന്ന മർമ്മങ്ങൾ പഠിപ്പിച്ചെടുക്കുക. ദൈവത്തിന്റെ റൂഹ കാറ്റ് നമ്മുടെ മധ്യത്തിൽ ആഞ്ഞടിക്കുവാൻ സമയമായി. ഹല്ലേലൂയ. കാറ്റടിക്കുന്നുണ്ട്, അത് ആഞ്ഞടിക്കും, തീവ്രമായി അടിക്കും. ഹല്ലേലൂയ. അതിന്റെ അനുഭവം ലഭിച്ചവർ ആ കാറ്റിനോട് പ്രവചിക്കുവാൻ, പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുവാൻ, Come Holy Spirit and blow. ആ നിലവാരത്തിലേക്ക് ദൈവത്തോട് പങ്കാളികളായി തീരുന്ന ഓരോരുത്തരെയും, ആ കൂട്ടത്തെ, ഗണത്തെ ദൈവം ദേശങ്ങളുടെ വ്യതിയാനത്തിന് വേണ്ടി, ദേശങ്ങളുടെ ഉണർവിന് വേണ്ടി, ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി, ജനകോടികളുടെ സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, അസാധാരണമായ കൂട്ട സൗഖ്യങ്ങളും കൂട്ട വിടുതലും കൂട്ട മനസ്സാൻ ദേശം സൗഖ്യമാക്കുവാൻ അവല കൊടുക്കുവാൻ റെഡിയായവർ, ആ വചനം സ്വീകരിക്കാൻ റെഡിയായവർ ആ കരങ്ങളെ ഒന്ന് വീശി, ആ കൈ ഒന്നുകൂടെ ഒന്ന് അടിച്ച് നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് ഉത്തേജിപ്പിക്കാം, ഒന്ന് ചൂട് പിടിപ്പിക്കാം. ഒരു ചൂടപ്പം കിട്ടുന്ന പോലെ നമുക്കൊന്ന് പിടിച്ചെടുക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവ് തീയായി പ്രവർത്തിക്കും. മഞ്ഞ് പോലെ വരും, വ്യത്യസ്തമായ മഴ പോലെ, നദി പോലെ. പക്ഷെ പരിശുദ്ധാത്മാവ് ആദ്യം രംഗപ്രവേശനം ചെയ്തത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ദൈവസഭയിൽ കാറ്റായി, as a mighty wind, as a mighty rushing wind. പരിശുദ്ധാത്മാവ് കാറ്റുപോലെ. കാറ്റിന് എന്ത് ശക്തിയുണ്ടോ, എന്ത് പ്രകൃതിയുണ്ടോ അതെല്ലാം ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം, പിന്നെ 8-ാമത്തെ വാക്യവും വായിക്കാം. യേശു നിക്കോദീമസിനോട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ്. നിക്കോദീമസ് പണ്ഡിതനാണ്, പള്ളിപ്രമാണിയാണ്, സൻഹദ്രിൻ സംഘത്തിലെ ഒരു വലിയ ലീഡറാണ്, പഠിത്തമുള്ള ഒരു ഗുരുവാണ്, റബ്ബിയാണ്. ഈ മനുഷ്യൻ യേശുവിനെ പരീശന്മാരും സദുക്യരും പ്രമാണികളും ശാസ്ത്രിമാരും മഹാപുരോഹിതനെല്ലാം യേശുവിനെ റിജക്ട് ചെയ്യുമ്പോൾ ഈ നിക്കോദീമസ് ആവലോടെ, പ്രായമുണ്ട്, തലമുടി നനച്ചു, പക്ഷെ ആഗ്രഹമുണ്ട്, ദാഹമുണ്ട്. യേശു പറയുന്നതും പഠിപ്പിക്കുന്നതും ദൈവരാജ്യത്തിന്റെ സത്യമാണെന്ന് മനസ്സിലാക്കി യേശുവിനോട് സംസാരിക്കുവാൻ
പഠിക്കുവാൻ വന്ന നിക്കോദെമോസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. യേശു ഒരു വിട്ടുവീഴ്ചയില്ലാതെ പറയുക. മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ ആരെങ്കിലും പുതുതായി ജനിച്ചിട്ടില്ല എങ്കിൽ, മനസ്സാന്തരപ്പെട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിങ്ങൾ വീണ്ടും ജനിച്ചു രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ കഴിയുകയില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ ഇന്നും പാപത്തിലാണ് ജീവിക്കുന്നത്, ഇന്നും പാപത്തിലാണ് തുടരുന്നത്, ഇന്നും പാപത്തിന്റെ ആസക്തികളാണ് നിങ്ങൾ തുടരുന്നെങ്കിൽ നിങ്ങൾ കേട്ടോ, നിശ്ചയമായി പാപത്തിന്റെ ശമ്പളം, പാപത്തിന്റെ അവസാനം അത് നിത്യമരണമാണ്. ദൈവത്തിന്റെ ദാനം ക്രിസ്തു യേശുവിൽ നിത്യജീവനാണ്. എത്ര പേര് യേശുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, കർത്താവേ ഞാൻ കേൾക്കുന്നു, ഞാൻ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ മാനസാന്തരപ്പെട്ട് നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ, നീ ആത്മാവിനാൽ വീണ്ടും ജനിച്ചില്ല എങ്കിൽ, നിന്റെ പാപം ഉപേക്ഷിച്ചു വിട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നിത്യജീവൻ ലഭിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ പറഞ്ഞ് നിക്കോദെമോസിനെ ഒരുക്കിയെടുത്ത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു ഭാഗം, ഒരു വെളിപ്പാട് നിക്കോദെമോസിനോട് പറയുന്ന ഭാഗങ്ങളാണ്. 6-ാം വാക്യം, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. ജഡം, നാം ഭൂമിയിൽ ജനിക്കുമ്പോൾ അപ്പനും അമ്മയും ഒരുമിച്ച് വന്ന് അവരിലൂടെ ഒരു കുഞ്ഞ് ജനിക്കുന്നു, ജഡത്താൽ. പിന്നെ ദൈവം പറയുക, എങ്ങനെയായി വീണ്ടും ജനനം നടക്കുന്നത്, എങ്ങനെയാ നാം പുതിയ സൃഷ്ടികളാകുന്നത്, എന്താ ദൈവത്തിന്റെ പദ്ധതി, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം എന്താകണം? പരിശുദ്ധ ഈ റൂഹ കാറ്റ് നിങ്ങൾ നിങ്ങളുടെ പാപത്തെ കുറിച്ച് ബോധ്യപ്പെട്ടു, നിങ്ങൾ പാപികളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയെ നിങ്ങൾ സ്വീകരിച്ചാൽ, വീണ്ടും ജനിക്കുവാൻ, മാനസാന്തരപ്പെട്ട് പാപത്തെ മാറി ദൈവത്തെ സ്വീകരിക്കുവാൻ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ, അപ്പോൾ ആത്മാവിലൊരു ജനനം, ഈ റൂഹ നിങ്ങളെ ജനിപ്പിക്കുക. അങ്ങനെയല്ലേ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം റൂഹ കാറ്റിന്റെ പ്രവൃത്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രൊഡക്റ്റുകളാണ്, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ. ഹല്ലേലൂയ. ആത്മാവിൽ നിന്ന് ജനിക്കുന്നവർ ആത്മാവാകുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ നിങ്ങളെ ഓൾറെഡി ആ ലെവലിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആത്മാവിൽ നിന്ന് ജനിച്ചതാണ്. നിങ്ങളുടെ കുടുംബം അതായിരിക്കാം, നിങ്ങളുടെ പാരമ്പര്യം അതായിരിക്കാം, നിങ്ങളുടെ പശ്ചാത്തലം അതായിരിക്കാം, പക്ഷെ നീ ഭൂമിയിൽ ഉള്ളതുപോലെയല്ല നിങ്ങളെ ദൈവം അറിയുന്നത്. അഡ്രസ് എന്താ നിങ്ങളെ? അഡ്രസ് കെയർ ഓഫ് മൈ ഹെവൻലി ഫാദർ. സ്വർഗത്തിന്റെ അഡ്രസ്സിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. ദൈവം നിങ്ങളെ കാണുമ്പോൾ, ആത്മമണ്ഡലം കാണുമ്പോൾ അങ്ങനെയാണ് അവർ തിരിച്ചറിയുന്നത്. എവിടെയാ അജിത്ത് താമസിക്കുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സ് ഹെവൻ. ഹല്ലേലൂയ. ഭൂമിയിൽ ഒരു റെസിഡൻഷ്യൽ പ്ലേസ് ഉണ്ട്, പക്ഷേ ആക്ച്വൽ റെസിഡൻസ് പ്ലേസ് ഹെവൻ, സ്വർഗം. 6-ാം വാക്യം, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആമേൻ. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൻ. പുതുതായി ജനിച്ചു. 8-ാമത്തെ വാക്യം, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. ഈ റൂഹ കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് അടിക്കുമ്പോൾ, അടിച്ചു തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവ് കാറ്റ് പോലെ, കാറ്റിന് ചില പ്രവൃത്തികളുണ്ട്. അപ്പോൾ യേശു പറയാ, നിക്കോദെമോസേ, നീ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ച് ഇതെങ്ങനെ അമ്മയുടെ ഉത്തരത്തിൽ നിന്ന് ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെയാ അങ്ങനെ എന്ന് ചോദിക്കുന്ന നിക്കോദെമോസിനോട് യേശു പറയുകയാ, നീ കാറ്റിനെ ഒന്ന് ശ്രദ്ധിക്കുക. കാറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു, കാറ്റിന്റെ നേച്ചർ എങ്ങനെയാണ്, കാറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. നീ കാറ്റിനെ ശ്രദ്ധിക്കുക, കാറ്റിന്റെ നേച്ചർ, കാറ്റിന്റെ ആക്ടിവിറ്റി. ഹല്ലേലൂയ. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ, പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനങ്ങളെ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനോട് കൂടെ ഒഴുകുവാൻ നിനക്ക് എളുപ്പമായിരിക്കും. ആമേൻ. അതുകൊണ്ട് നമ്മൾ കാറ്റ് എങ്ങനെയാ പ്രവർത്തിക്കുന്നത്, കാറ്റ് എങ്ങനെയാ മൂവ് ചെയ്യുന്നത് എന്ന് നാം ചിന്തിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഒഴുകുവാൻ എളുപ്പമായിരിക്കും. യെസ്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. ഓക്കേ, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. കാറ്റ് ഇഷ്ടം. The wind bloweth where it chooses. Listed. എവിടെയാ കാറ്റ് അടിക്കുന്നത്? റൂഹ കാറ്റ് എവിടെയാ അടിക്കുന്നത്? റൂഹ കാറ്റ് എങ്ങോട്ടാ അടിക്കുന്നത്? അത് റൂഹ കാറ്റ് ഇഷ്ടമുള്ളിടത്ത് അടിക്കും. 4 കാറ്റുകളാണ്. പരിശുദ്ധാത്മാവ് എവിടെയാ ചലിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഇഷ്ടമുള്ളതുപോലെ ചലിക്കും, ഇഷ്ടമുള്ള രീതിയിൽ ചലിക്കും. നീ പരിശുദ്ധാത്മാവിനെ ലിമിറ്റ് ചെയ്യരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതും. അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, അതിന്റെ മുഴക്കം, ശബ്ദം കേൾക്കുന്നു. എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന്. ആത്മാവിൽ നിന്ന് ജനിച്ചവരൊക്കെയും. അപ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങനെയാണ്. പരിശുദ്ധാത്മാവിനോട് കൂടെ നടന്ന് പരിശുദ്ധാത്മാവിനോട് ജനിച്ച് പങ്കാളികളായി തീരുന്നവരുടെ പ്രത്യേകതയും അതാണ്. യേശു എന്താ പറയുന്നത്? നിക്കോദെമോസിനോട് എന്താ പറയുന്നത്? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്? കാറ്റ് ഇഷ്ടമുള്ളിടത്ത് അടിക്കും. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല, നമ്മൾ പറയുന്നത് പോലെയല്ല. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് അടിക്കും. കാറ്റിനെ ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയില്ല, കാറ്റ് സകലത്തെയും നിയന്ത്രിക്കും. അപ്പൊ കാറ്റ് ഇഷ്ടമുള്ളിടത്ത് അടിക്കണമെങ്കിൽ, കാറ്റിനോട് ചേർന്നൊരു പങ്കാളിയാണെങ്കിൽ കാറ്റ് അടിക്കുന്ന ദിശയിലേക്ക് നമ്മളും ചലിച്ചു തുടങ്ങണം. കാറ്റ് അടിക്കുന്ന ദിശ മനസ്സിലാക്കി കാറ്റ് ഇവിടെ പോകുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നാൽ നമ്മളെ പ്രയോജനമില്ല. നമ്മളും ദൈവത്തിന്റെ മക്കളാ, പക്ഷെ ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ കഴിയില്ല. കാറ്റ് ഇവിടെ ആയി, ഇപ്പോഴും അവിടെ കിടക്കുന്നുള്ളൂ. കാറ്റിന് ഇഷ്ടമുള്ളിടത്ത് കാറ്റടിക്കും. റൂഹ കാറ്റ് ദൈവമാണ്, സർവാധിപത്യമുള്ളവനാണ്. He is a sovereign God.
അപ്പോൾ കാറ്റടിക്കുന്നത് നാം തിരിച്ചറിയണം. കാറ്റടിക്കുന്നത് നാം തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ അതനുസരിച്ച്, ആ സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോയാലും 10 കന്യകമാരെ പോലെ 5 പേര് എല്ലാ കന്യകമാരാണ്, അവരും റെഡിയാണ്, അവർക്ക് ആഗ്രഹമുണ്ട്, അവരും കാത്തിരിക്കുക അവരോട്. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? 5 പേര് മിസ്സായി. ഒരുങ്ങാത്തത് കൊണ്ട്, വില കൊടുക്കാത്തതുകൊണ്ട്, എണ്ണ എടുക്കാത്തതുകൊണ്ട്, റെഡിയാകാത്തതുകൊണ്ട്. 10 പേരും ഉണ്ടായിരുന്നു ടീമിൽ, പക്ഷെ 5 പേര് ഔട്ടായി. 5 പേർക്ക് മാത്രമേ പ്രവേശിച്ചു. ഈ റൂവ കാറ്റിന്റെ പ്രത്യേകത അത് തന്നെയാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കാറ്റടിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഒന്ന് അലൈൻ ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. കാറ്റ് ഇഷ്ടമുള്ളത് അടിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെയാ ചലിക്കാൻ ആഗ്രഹം പറഞ്ഞാൽ, എനിക്ക് ഇഷ്ടമല്ല, എനിക്കിത് വേണ്ട, എനിക്കിതൊന്നും പറ്റുന്നില്ല, നമ്മൾ ഔട്ട് ഓഫ് ഓർഡർ ആയി. പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊന്നും ചെയ്യണ്ട. പരിശുദ്ധാത്മാവിനോട് ആദേശം കൊടുക്കാൻ നാം ആരുമല്ല. അതുകൊണ്ടാണ് ഉണർവുകൾ അനുഭവിക്കുന്നവർക്ക് ഭയങ്കര പ്രശ്നം. ഒരു ഉണർവിൽ അവർ അനുഭവിച്ചതിന് അല്പം വിപരീതമായി ദൈവം ചലിച്ചാൽ, പരിശുദ്ധാത്മാവ് ചലിച്ചാൽ അവർക്ക് ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ട്. അവര് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനത്തെ അവർ പരിചയിച്ചു. അതിന് വ്യത്യസ്തമായി പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നതല്ലേ, ആര് കൈവച്ചാലും ആത്മാഭിഷേകത്തിന്റെ ആഴം വെളിപ്പെടുന്നവർ പെട്ടെന്ന് എന്ത് ചെയ്യും? അവിടെ സ്ലെയിൻ ആകും. അവർ ആത്മ വിവിശതയിലേക്ക് വരും. ഹല്ലേലൂയ. 100 വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധാത്മാവ് അങ്ങനെ അല്ലായിരുന്നു. അവിടെ ഇവിടെ മീറ്റിംഗ്സിലൊക്കെ നടക്കുമെങ്കിലും ഭയങ്കര കൂട്ടക്കരച്ചിലായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടച്ചിരിയായിരിക്കാം, പക്ഷെ ഭയങ്കരമായി കിടന്ന് ആടുന്നതായിരിക്കാം. വ്യത്യസ്തമായ പരിശുദ്ധാത്മാവ് ചലിക്കും എന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ഇഷ്ടമുള്ളതുപോലെ പരിശുദ്ധാത്മാവ് ചലിക്കും. കാറ്റിനെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല, കാറ്റിനെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല, പരിശുദ്ധാത്മാവിനെ കാണുവാൻ കഴിയുകയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടാക്കുന്ന ചലനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് കാറ്റിനെ കാണുവാൻ കഴിയുകയില്ല, പക്ഷെ കാറ്റ് ശക്തിയോട് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മരങ്ങളെല്ലാം കിടന്ന് ആടി ഉലയാൻ തുടങ്ങും, പൊടി പറക്കാൻ തുടങ്ങും എന്ന് പറയുന്ന പോലെ പരിശുദ്ധാത്മാവിനെ കാണുവാൻ കഴിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ വെളിപ്പെടുമ്പോൾ, ഒരിടത്ത് മാനസാന്തരം വെളിപ്പെടുന്നു, ഒരിടത്ത് ഭയങ്കരമായ വിശപ്പ്, ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പ്, ഒരിടത്ത് പരിശുദ്ധി വെളിപ്പെടുന്നു, ഒരിടത്ത് ദൈവത്തിന് വേണ്ടി അതിതീവ്രമായ ആഗ്രഹം. ഇല്ല, സാധാരണ നമ്മൾ വന്നു 2 പാട്ടുകൾ പാടി, 3 പാട്ടുകൾ പാടി ആരാധിച്ചു പോകുന്നു. പരിശുദ്ധാത്മാവിനെ കാറ്റടിക്കുമ്പോൾ എന്താ? പാട്ട് നിർത്തുന്നേയില്ല, കയ്യടി നിർത്തുന്നേയില്ല, അന്യഭാഷകൾ നിർത്തുന്നേയില്ല, ആരാധനകൾ നിർത്തുന്നേയില്ല. അങ്ങനെയല്ലേ ഉണർവുകളിൽ രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന യോഗങ്ങൾ അടുത്ത ദിവസം 8 മണി വരെ 24 മണിക്കൂർ എങ്ങനെയാ ഈ യോഗങ്ങൾ തുടർച്ചയായി നടന്നത്? പരിശുദ്ധാത്മാവ് അങ്ങ് ടേക്ക് ഓവർ ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുത്ത് ആ നിയന്ത്രണത്തിന് കീഴുവാൻ വരുവാൻ ഇടയാകുന്ന. ഹല്ലേലൂയ. ഒന്ന് പറയാം, പരിശുദ്ധാത്മാവെ അങ്ങ് ചലിക്കുമ്പോൾ അങ്ങയോട് കൂടെ ചലിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒന്ന് ഒരുക്കുന്നു. അപ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ ദൈവം എല്ലാം പ്രകൃതിയിൽ, ഇല്ല ഭൂമിയിൽ, ദൈവം അതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കുവാൻ സ്വർഗസ്ഥനായ ഈ വലിയ ദൈവം എന്ന സൃഷ്ടിയിൽ സകലതും മറച്ചു വെച്ചിട്ടുണ്ട്, ഒളിച്ചു വെച്ചിട്ടുണ്ട്, വെളിവായിട്ടുണ്ട്. ഇല്ലേ? എങ്ങനെയാണ് ഇത്ര വലിയൊരു കപ്പൽ? പണ്ട് മോട്ടർ ഇല്ലായിരുന്നു, ഒന്നെങ്കിൽ തുഴഞ്ഞു പോകാം, അല്ലെങ്കിൽ ഇതുപോലെ സെയിൽ. കാറ്റ് നല്ലോണം അടിക്കുമ്പോൾ നിങ്ങൾ ഈ സെയിൽ, ആ വെള്ള കാണുന്ന വസ്ത്രം, അത് കെട്ടി അതൊന്ന് റെഡിയാക്കി ആ അടിക്കുന്ന കാറ്റിനെ ഒന്ന് പിടിച്ചെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങും, ഒരു മൂവ്മെന്റ് ഉണ്ടാകുകയില്ല, ചലനം ഉണ്ടാകുകയില്ല. റൂവ കാറ്റടിക്കുമ്പോൾ നിങ്ങളാകുന്ന കപ്പലിന്റെ സെയില് ആ കാറ്റിനെ പിടിച്ച്, കാറ്റ് ഏത് ദിശയിൽ അടിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ദിശയിലേക്ക് അതൊന്ന് കെട്ടി ആ കാറ്റിനെ കാണിച്ച്, ആ കാറ്റ് കാറ്റിനെ നിങ്ങളൊന്ന് പിടിക്കണം, അതൊന്ന് പിടിക്കണം, ഒന്ന് പിടിച്ചെടുക്കണം. ക്യാച്ച് ദ വിൻഡ് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പ്രവൃത്തിയെ, പരിശുദ്ധാത്മ റൂവ കാറ്റിനെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് recognize the wind, recognize the direction of the wind. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ബോട്ടിനെ ഒന്ന് പൊസിഷൻ ചെയ്യണേ, അലൈൻ ചെയ്യണേ. നിങ്ങൾ ക്യാച്ച് ചെയ്തില്ല, അങ്ങനെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ സ്റ്റൈൽ ഇതുപോലെ കെട്ടിപ്പൊക്കിയില്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിങ്ങൾ നിന്ന് കറങ്ങും. പക്ഷെ പരിശുദ്ധാത്മാവ് വരുന്ന എന്തിനാ? ചലനങ്ങളെ സൃഷ്ടിക്കാനാണ്, ജീവൻ വെളിപ്പെടുത്തുവാൻ. Catch the wind, catch the wind, catch the wind. യേശു നിക്കോദോമസിനോട് ഇതാ പറഞ്ഞേ, എവിടെയാ കാറ്റടിക്കുന്നത്? കാറ്റിഷ്ടമുള്ളത് അടിക്കും. എവിടുന്ന് വരുന്നു, എവിടുന്ന് പോകുന്നു, ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷെ ഈ കാറ്റിന്റെ കൂടെ, കാറ്റ് അടിച്ചു തുടങ്ങുമ്പോൾ കാറ്റിന്റെ കൂടെ ഒന്ന് ചേർന്ന് ഒഴുകുവാൻ, ഒന്ന് ചേർന്ന് ഫ്ലോ ചെയ്യാൻ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, ആത്മാവ് ഫ്ലോ ചെയ്യുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ പുറകിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഫോളോ ചെയ്യുക. Catch the wind, flow with the wind. മൂന്നാമത് എന്ത് ചെയ്യുക? Move in the direction of the wind. ആ കാറ്റിന്റെ ആ ഡിറക്ഷനിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റെപ്പുകൾ എടുക്കണം. കാറ്റ് അങ്ങോട്ട് അടിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോയാൽ എന്താ സംഭവിക്കുന്നത്? ദൈവസഭയിൽ ഉപവാസ പ്രവർത്തനം വെച്ചു, കാറ്റ് ഇങ്ങനെ അടിക്കുക. അപ്പോ ജനം പെട്ടെന്ന് ആ സെയില് പിടിച്ചെടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാം? കാറ്റ് ഇങ്ങോട്ട് അടിക്കുന്നു. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? നമ്മളാകുന്ന കപ്പലിന്റെ സെയില് റെഡിയാക്കി അങ്ങോട്ട് അടിക്കുന്ന കാറ്റിനെ പിടിച്ചെടുക്കാൻ നമ്മളും അതനുസരിച്ച് പരിശുദ്ധാത്മാവിനോടുകൂടെ ആ കാറ്റിനോട് ചേർന്നൊരു പങ്കാളിയാകണമെങ്കിൽ, ചേർന്ന് ഒഴുകണമെങ്കിൽ, നമുക്കത് അനുഭവിക്കണമെങ്കിൽ, നമുക്കത് ആസ്വദിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് കാറ്റിന്റെ ആ നേച്ചർ, ക്യാരക്ടർ അതൊന്ന് മനസ്സിലാക്കി അതനുസരിച്ച്
നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് ഒഴുകുവാൻ റെഡിയാണോ, തയ്യാറാണോ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ആമേൻ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 6-8 വരെ യേശു കർത്താവ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തെ, നേച്ചർ, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുന്നത്, കാറ്റിനോട്, വിൻഡിനോട് ഉപമിച്ചിരിക്കുകയാണ്. ദി ആക്ടിവിറ്റി ആൻഡ് ദ മിനിസ്ട്രി ആൻഡ് ദ നേച്ചർ ആൻഡ് ദ വർക്കിംഗ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഹാസ് ബീൻ കമ്പയർഡ് ടു ദ വിൻഡ് ബൈ ജീസസ്. യേശു തന്നെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ആത്മാവിൽ നിന്ന് ജനിച്ചൊരു വ്യക്തിയുടെ സ്വഭാവവും ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്. ഒരു സമയത്ത് കത്തി ശോഭിച്ച് നിന്നവരാണ്, ഒരു ഉണർവിൽ കത്തി മുൻനിരയിൽ നിന്നവരാണ്. പക്ഷെ ഇന്ന് നോക്കിയാൽ ജീവനുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന നിലവാരത്തില്ലേ. അത് വ്യക്തികളെ കുറിച്ച് മാത്രമല്ല, വലിയ വലിയ മൂവ്മെന്റുകളെ കുറിച്ച്, വലിയ വലിയ സഭകളെ പോലും നമ്മൾ എടുത്തു നോക്കിയാൽ 16-ാം നൂറ്റാണ്ടിൽ കത്തിപ്പടർന്ന ആ സഭകൾ ഇന്ന് പോയി കഴിഞ്ഞാൽ അവിടെ കൂടി വരുന്നുണ്ട്, ആരാധന നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ജീവനുണ്ടോ, പരിശുദ്ധാത്മാവിന്റെ ചലനമുണ്ടോ, ലൈഫ് ഉണ്ടോ എന്ന് നോക്കിയാൽ എവിടെയോ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയപ്പോൾ, ആ ദിശയിലേക്ക് അടിക്കാൻ തുടങ്ങിയപ്പോൾ, അങ്ങനെ പരിവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ അവരുടെ മനസ്സ്, അവരുടെ മനോഭാവം, മുൻ പരിചയങ്ങൾ, അവരുടെ മുൻ വിധികൾ, അവർക്ക് ആ കാറ്റിനോട്, പരിശുദ്ധാത്മ റൂഹ കാറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ, പോകുവാൻ, ആ ഡിറക്ഷനിലേക്ക് അവരുടെ ആ കപ്പലിലെ ആ സെയിൽ ഒന്ന് മാറ്റുവാൻ മനസ്സിലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, അവരിരുന്നെടുത്ത് തന്നെ അവരായിപ്പോയി. അങ്ങനെ പല ചലനങ്ങളും ഇന്നിപ്പോൾ മോണുമെന്റുകളായി മാറി. സ്വന്തം ഒരു സമയത്ത് ജോൺ വെസ്ലിയിൽ കൂടെ ദൈവം അസാധാരണമായ നിലവാരത്തിൽ ദൈവം അവിടെ പ്രവർത്തിച്ചു. അത് നമുക്ക് സംഭവിക്കാം. നാം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്നില്ല എങ്കിൽ നമുക്ക് പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കാം. ഞങ്ങൾക്ക് 15 വർഷത്തെ പാരമ്പര്യമുണ്ട്, 20 വർഷത്തെ, നമുക്കും അവിടെ നിന്ന് പോകാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെയും പരിവർത്തനങ്ങളെയും മനസ്സിലാക്കി, പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങളെ മനസ്സിലാക്കി, നാമും അതനുസരിച്ച് നമ്മളാകുന്ന പടകിന്റെ സെയിലുകളെ, ദൈവസഭയാകുന്ന സെയിലുകളെ നമ്മളും ഒന്ന് മാറ്റിപ്പിടിക്കണം. ആമേൻ. നിങ്ങളുടെ ലൈഫ് മാറും. ഈ ദൈവവചനത്തിന്റെ കീഴിൽ നിങ്ങളുടെ ലൈഫ് മാറും, നിങ്ങളുടെ ജീവിതങ്ങൾ മാറും, അനുഭവങ്ങൾ മാറും അടുത്തൊരു നിലവാരത്തിലേക്ക്. So just catch the wind എന്ന് പറയാം. Catch the wind, blow with the wind, move in the direction of the wind. ഈ ബോട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു. പലപ്പോഴും കാറ്റ് അവിടെ അടിക്കുമ്പോൾ, that's why we need to be, ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, alert. പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കണമെങ്കിൽ, ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ, ഒഴുകണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ഒരു പാർട്ട്ണർ ആകണമെങ്കിൽ, ഒരു പങ്കാളിയായിരിക്കണമെങ്കിൽ, you must be alert. പെട്ടെന്ന് attention, you must be attentive. പെട്ടെന്ന് ഒന്ന് തട്ടി ഉണർത്തി ഉണരുക, alert, attentive. പിന്നെ ശുദ്ധാത്മാവിനോട് സെൻസിറ്റീവ് ആയിരിക്കണം. റൈറ്റ്. എന്റെ കൂടെ ശുശ്രൂഷിക്കുന്നവര് സെൻസിറ്റീവ് അല്ലെങ്കിൽ, സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ പറയുമ്പോഴത്തേക്ക്, ഞാൻ എന്താ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് അവര് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ഞാനൊരു സർജറി, ഓപ്പറേഷൻ അല്ലേ, അപ്പൊ എന്റെ കൂടെ സർജറിക്ക് വേണ്ടി ഒന്ന് നിന്ന് എന്നെ സഹായിക്കാൻ ഒന്ന് നിൽക്കുന്ന ആള് വേറെ എവിടെയെങ്കിലും നോക്കി നിന്ന് എന്ത് പറ്റും? ഒരു മേജർ ഓപ്പറേഷൻ നടക്കുക, തൈറോയിഡിന്റെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക, വളരെ ബുദ്ധിമുട്ടുള്ള, പ്രയാസമുള്ള, കഠിനമായ, വളരെ ഡിഫിക്കൽട്ട് ഓപ്പറേഷൻ, വലിയ വലിയ രക്തധമനികളുള്ള, നെർവുകളുള്ള സ്ഥലമാണ്. എന്നെ സഹായിക്കാൻ വന്ന് നിൽക്കുന്ന ആള് വേറെ എന്തെങ്കിലും ചിന്തിച്ച് ഞാൻ ചലിക്കുമ്പോൾ എന്ത് ചെയ്യണം? എന്റെ ഒരു ആർട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണം, സർജിക്കൽ ഇൻസ്ട്രുമെന്റ് പോകുമ്പോൾ അതിനോട് ചേർന്ന് അവിടെ ബ്ലീഡിംഗ് ഉണ്ടായപ്പോൾ എന്റെ കൂടെ നിൽക്കുന്ന അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇതാണ് സർജൻ ആഗ്രഹിക്കുന്നത്, ഇല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ മൊത്തം വഴക്കാം. അപ്പോ നല്ലൊരു അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ, ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്ക് എന്താ, നല്ലൊരു അസിസ്റ്റന്റ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു നല്ല നേഴ്സ് ഉണ്ടെങ്കിൽ, ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ അസിസ്റ്റ് ചെയ്യും ആ കാര്യങ്ങളെ കുറിച്ച്. പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നല്ല അസിസ്റ്റന്റുകളായി, നല്ല പങ്കാളികളായി, നല്ല പാർട്ട്നേഴ്സായി, നല്ല കോ വർക്കേഴ്സായി ഈ ചലനത്തിലെങ്കിലും നിങ്ങളൊന്ന് ചലിക്കണം. ഈ ചലനത്തിലെങ്കിലും നിങ്ങളുടെ മുൻവിധികൾ, മുൻ പരിചയങ്ങൾ, മുൻ അവസ്ഥകൾ അതെല്ലാം ഒന്ന് പൊട്ടട്ടെ. അപ്പൊ അലേർട്ട് എന്ന് പറഞ്ഞ അലേർട്ട്, അറ്റന്റീവ്, സെൻസിറ്റീവ്, കോപ്പറേറ്റീവ്. നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ ആകണോ പരിശുദ്ധാത്മാവിന്റെ? യു മസ്റ്റ് ബി കോപ്പറേറ്റീവ്. പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെ ചെയ്യണം. നമ്മുടെ ഇഷ്ടമല്ല, നമ്മളല്ല നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നത് പോലെ അങ്ങോട്ട് മാറ്റി പിടിക്കണം. നമ്മളെ ഉപവാസത്തിലേക്ക് നയിക്കുമ്പോൾ ഉപവസിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ കരയുവാൻ, ആത്മദമനം ചെയ്യുവാൻ, മാനസാന്തരപ്പെട്ട് ഒന്ന് കരയുവാൻ, സ്വയശോധന ചെയ്യാൻ പറഞ്ഞാൽ സ്വയശോധന ചെയ്യണം. ആർക്കുവാൻ പറയുമ്പോൾ ആർക്കണം. കൈ അടിക്കാൻ പറയുമ്പോൾ കൈ അടിക്കും. നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ പറയുമ്പോൾ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിനോട് ഒഴുകുവാൻ, പരിശുദ്ധാത്മാവിനെ പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ. നല്ല കൂട്ടുകാരാണോ നിങ്ങൾ? പരിശുദ്ധാത്മാവിന്റെ നല്ല കൂട്ടുകാരാണോ? പരിശുദ്ധാത്മാവിനെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിനോട് നല്ലോണം അസിസ്റ്റ് ചെയ്യുമോ? ആ കൂട്ടിന് നിൽക്കുമോ? സ്റ്റെപ്പ് നിൽക്കുമോ നിങ്ങൾ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ 4 കാറ്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ ഭൂമിയിൽ ഭൗമികമായി കാണുന്ന കാറ്റുകളോട് ഉപമിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ദൈവവചനം. സ്തോത്രം, ഹല്ലേലൂയ. ഈസ്റ്റ് വിൻഡ്,
കിഴക്കൻ കാറ്റ്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ തെക്കൻ കാറ്റുണ്ട്, നോർത്ത് വിൻഡ്. ദൈവത്തിന്റെ വടക്കൻ കാറ്റുണ്ട്, ദൈവത്തിന്റെ പടിഞ്ഞാറ് വെസ്റ്റ് വിൻഡ്. ഹല്ലേലൂയ. ഈ 4 വിൻഡുകൾ അല്ലെങ്കിൽ 4 കാറ്റുകൾ അല്ലേ, അതല്ലേ എസെക്കിയേൽ പ്രവാചകനോട് 4 ദിശയിൽ നിന്നുള്ള 4 കാറ്റുകളോട് മനുഷ്യപുത്ര പ്രവചിക്കുക, അവര് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ അടിക്കട്ടെ. മരിച്ചു കിടക്കുന്നവർ, ആശയറ്റ് കിടക്കുന്നവർ, അടിമത്തത്തിൽ കിടക്കുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വ്യക്തി ജീവിതങ്ങളോടും ദേശങ്ങളോടും രാജ്യങ്ങളോടും ബന്ധത്തിൽ അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് ഒരു പങ്കാളിയെ കിട്ടുമോ? ദൈവത്തിന് പാർട്ട്ണർ ചെയ്യാൻ ഒരു കൂട്ടത്തെ കിട്ടുമോ? ദൈവത്തിന് ഒരു സഭയെ കിട്ടുമോ? ദൈവത്തിന് ഒരു മണവാട്ടിയെ കിട്ടുമോ? ദൈവത്തിന്റെ സ്തോത്രം, ആ സ്റ്റെപ്പിന്, പരിശുദ്ധാത്മാവിന്റെ സ്റ്റെപ്പിനോട് സ്റ്റെപ്പ് ചേർന്ന് എസെക്കിയേൽ പറയുക, ദൈവം കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ആ കാറ്റ് വന്നു, അടിച്ചു, നീതന്മാർ കാലുകളിൽ എഴുന്നേറ്റ് നിന്നു, അവരൊരു മഹാസൈന്യമായത്. വാ, ഈ കാറ്റടിച്ചാൽ, ഈ കാറ്റിനോട് ചേർന്ന് പറഞ്ഞാൽ, കാറ്റിനോട് അടിക്കാൻ പറഞ്ഞാൽ അത് തന്നെ ചെങ്ങനെ ഊരി നടക്കും. ഈ ദിവസങ്ങളിൽ ഓപ്പൺ ഹെവൻസ്, ഈ 14 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു വലിയ മേജർ ഷിഫ്റ്റ്, ഈ പട്ടണത്തിന്റെ മുഖച്ഛായ മാറുന്ന പോലെ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി ഈ പട്ടണത്തിൽ. പിന്നെ ദൈവം നമ്മെ ദേശത്തിന്റെ രൂപാന്തരത്തിന് വേണ്ടി പട്ടണങ്ങളെ പിടിക്കുവാൻ ഒരു സൈന്യമായി ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ, പാർട്ട്ണർ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മളെ കൂടെ ടീമിൽ കൂട്ടുന്ന ഒരു നിലവാരത്തിലേക്ക് മാറ്റും. സ്തോത്രം. അപ്പോൾ ആദ്യം കിഴക്കൻ കാറ്റ്. സ്തോത്രം. കിഴക്കൻ കാറ്റ്, ഓരോ കാറ്റിനും ആ കാറ്റിന്റെ പ്രത്യേകതകളുണ്ട്, ആ കാറ്റ് ചെയ്തെടുക്കുന്ന പ്രവൃത്തികളുണ്ട്. ഈ കിഴക്കൻ കാറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ ന്യായവിധിയുടെ കാറ്റാണ്. This is the wind of judgment. ന്യായവിധിയുടെ കാറ്റ്. അപ്പോൾ ദൈവത്തിന്റെ കിഴക്കൻ കാറ്റ് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്തോത്രം, ദൈവത്തിന്റെ കൽപ്പനകൾക്ക്, വചനത്തിന്, ദൈവജനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ആ ദേശത്തിൽ, ജനത്തിന് മീതെ ദൈവത്തിന്റെ കിഴക്കൻ കാറ്റ്. ഇന്ന് ആ കിഴക്കൻ കാറ്റടിക്കുക അനേകരുടെ ജീവിതത്തിൽ ആ കിഴക്കൻ കാറ്റ്. അപ്പോൾ തന്നെ ഈ കാറ്റ്, കിഴക്കൻ കാറ്റ്, അതാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ഒരു കിഴക്കൻ കാറ്റ് പുറപ്പെട്ടു. അത് ന്യായവിധിയുടെ കാറ്റ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ്, വിൻഡ് ഓഫ് ജഡ്ജ്മെന്റ്. അപ്പോൾ തന്നെ ഇത് ശുദ്ധീകരിക്കുന്ന, നമ്മെ വിശുദ്ധീകരിക്കുന്ന, പ്യൂരിഫൈ ചെയ്യുന്ന, സാങ്ക്ടിഫൈ ചെയ്യുന്ന ഒരു ഹോളി വിൻഡാണ് ഈ കിഴക്കൻ കാറ്റ്. നമ്മെ വിശുദ്ധീകരിക്കും. ദൈവജനത്തിന്റെ, ദൈവമക്കളുടെ പുറത്ത് അടിക്കും, നമ്മെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ. നാം ദൈവത്തിന്റെ വഴികളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ചക്കരെ പൊന്നാരെ എന്ന് പറഞ്ഞ് സ്വന്തം നമ്മെ ഉമ്മരുന്ന മാത്രമല്ല, ഈ കാറ്റിനെ അങ്ങോട്ട് ദൈവം പുറന്നുവിടും. അല്ലേ? ദൈവത്തിന് നമ്മളെ ഇങ്ങനെ ഈ ഓടി നടക്കുന്ന കൊച്ചു കുട്ടികളെ പോലെ അല്ല, ദൈവത്തിന് പക്വത പ്രാപിച്ച പുത്രന്മാർ, പക്വത പ്രാപിച്ച പുത്രന്മാരെയും പുത്രിമാരെയും ആവശ്യം. അതുകൊണ്ട് ചില കാറ്റുകളൊക്കെ അത് വേദനയേറിയതാ, ചൂടേറിയതാ, അത് വിഷമമേറിയ കാറ്റുകളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് അടിക്കുന്നത്. ആ കാറ്റടിക്കുമ്പോൾ തിരിച്ചറിഞ്ഞ് നമ്മളൊന്ന് മാനസാന്തരപ്പെട്ടാൽ, ഒന്ന് താഴ്ന്നാൽ, ഒന്ന് അനുദമിച്ചാൽ ആ കിഴക്കൻ കാറ്റ് മാറും. പിന്നെ തെക്കൻ കാറ്റ് അടിക്കാൻ തുടങ്ങും. തെക്കൻ കാറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. കിഴക്കൻ കാറ്റ് മാറി തെക്കൻ കാറ്റ് അടിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ പടിഞ്ഞാറൻ കാറ്റ് അടിക്കാൻ തുടങ്ങും. വ്യത്യസ്തമായ കാറ്റുകളാണ്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നത്. ആമേൻ. പുറപ്പാട് 10-13 വാക്യം. യെസ്. അങ്ങനെ മോശെ തന്റെ വടി മിസ്രയീം ദേശത്തിന്മേൽ നീട്ടി. മിസ്രയീമിന്റെ ക്രൂരമായ ഫറോഹി അടിമത്തത്തിൽ ദൈവത്തിന്റെ ജനം കടക്കുക. അപ്പോൾ മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചു, അഭിഷേകം ചെയ്തു. മോശയെ അയച്ചു, ഫറോനോട് സംസാരിച്ചു, എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുക. എന്റെ ജനത്തിന് ഒരു പദ്ധതിയുണ്ട്. അവർ ദൈവത്തിന്റെ ജനമാ. അവർ ഉത്സാഹത്തോടെ ദൈവത്തിന് ആരാധിക്കുന്നവരാ. ഫറോ, നിനക്ക് ഒരു സമയം തരാം, വാർണിംഗ് തരിക, ജനത്തെ വിട്ടയച്ചില്ലെങ്കിൽ ദൈവം തന്നെ പ്രതികാരത്തോട്, ക്രോധത്തോട് ദൈവം എഴുന്നേൽക്കും. അത് സ്നേഹത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷെ വേറൊരു മുഖം ദൈവത്തിനുണ്ട്, ദൈവത്തിന്റെ ന്യായവിധിയുടെ ആ മുഖം. അപ്പോൾ ഫറോ കഠിനപ്പെട്ടു. നമുക്കറിയാം 10 സ്തോത്രം അടയാളങ്ങൾ മോശയിൽ കൂടെ ദൈവം ചെയ്തു. 13 വാക്യം. യെസ്. യഹോവ അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും ദേശത്തിന്മേൽ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു. സ്തോത്രം. ദൈവം എന്ത് ചെയ്തു? ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു. അപ്പോൾ ഓരോ കാറ്റും എന്താണെന്ന് അറിഞ്ഞാൽ ഓരോ സമയങ്ങളിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഈ കിഴക്കൻ കാറ്റ് അടിക്കുമ്പോൾ ശുദ്ധീകരണത്തിന്റെയും ക്രമീകരണത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും ഈ ഹോളി വിൻഡ് അടിക്കുമ്പോൾ, ഈ വിശുദ്ധിയുടെ കാറ്റടിക്കുമ്പോൾ, പരിശുദ്ധ കാറ്റടിക്കുമ്പോൾ അത് തിരിച്ചറിയാതെ വീണ്ടും കഠിനപ്പെടുത്തിയാൽ എന്താ, ഈ കാറ്റ് അങ്ങോട്ട് വീണ്ടും അടിക്കും. അത് അടി നിൽക്കത്തില്ല. നാം ക്രമീകരിക്കപ്പെടുന്നവരെ ഒരു നല്ല അപ്പം ചെയ്യുന്നവർ എന്ത് ചെയ്യും? പറഞ്ഞുകൊണ്ടിരിക്കും, അടിച്ചുകൊണ്ടിരിക്കും. മകനായി പോയില്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആ നിമിഷം വരെ എന്ത് ചെയ്യും? ഗുണദോഷിച്ചോണ്ടിരിക്കും. സ്നേഹത്തിൽ, വൈരാഗ്യത്തിൽ, ദേശത്തിലല്ല. ആമേൻ. ദൈവം സ്തോത്രം രാവും പകലും ഒരു കിഴക്കൻ കാറ്റ്, an east wind, and Moses stretched forth his rod over the land of Egypt, and the Lord brought an east wind upon the land all that day. എന്ത് സംഭവിച്ചു? പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു. വെട്ടുക്കിളികളെയും കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. വെട്ടുകിളികളെ കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം വെട്ടുകിളികൾ, മിസ്രയീമിൽ മൊത്തം വെട്ടുകിളി അവർക്ക് അസഹ്യമായി. അവർക്ക് അറിയാൻ തുടങ്ങി, മോശെ പ്ലീസ് ജനത്തെ വിട്ടയക്കാം. ന്യായം എന്ന് പറഞ്ഞ ന്യായവിധിയുടെ കാറ്റ്. എന്റെ വാക്കുകൾ കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പൈശാചികൻ അത് തലമുറകളായി, നൂറ്റാണ്ടുകളായി നിങ്ങളുടെ കുടുംബത്തിൽ കൂടെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങളെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചെടുത്തോളം. എങ്ങനെയാ ദൈവം പ്രവർത്തിക്കുന്നത്? ഒരുവന്റെ അടുത്തേക്ക് വചനം വായിക്കും, ആ വചനം അവൻ പിടിച്ചെടുത്ത് ഒരു ആമേൻ പറഞ്ഞാൽ
ഉടനെ പരിശുദ്ധാത്മാവിന്റെ വിടുതല. വചനം കേൾക്കുമ്പോൾ നിന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ കരം വരുക. സഹായത്തിന്റെ ആ കിഴക്കൻ കാറ്റിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആ സഹായം. വചനം അടുത്ത് വരുമ്പോൾ ദൈവം അടുത്ത് വരിക, വിടുതൽ അടുത്ത് വരിക, അത്ഭുതം അടുത്ത് വരിക, ദൈവശക്തി അടുത്ത് വരിക. അത് പിടിച്ചെടുത്ത് ഒരു ആമീൻ പറഞ്ഞാൽ, കൈയടിച്ചാൽ ലൈഫ് സഫലമായി. നിന്റെ ബന്ധനം പൊട്ടി, നിന്റെ പാരമ്പര്യ കെട്ടുകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത് പൊട്ടി. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 14 അധ്യായം 21 വാക്യം. 10 ബാധകൾ കഴിഞ്ഞ് ജനം ഫറോന്റെ അടിമത്തത്തിൽ നിന്നൊക്കെ പോയി. എന്നിട്ട് ഫറോന്റെ ഹൃദയം എന്തായി? പിന്നെയും കഠിനമാക്കി. ചില സമയത്ത് ദൈവം തന്നെ കഠിനമാക്കുന്നതും ഇല്ലേ? ദൈവജനത്തെ തിരിച്ചറിയുവാനും കഠിനമാകപ്പെടുന്ന വ്യക്തിക്ക് തിരിച്ചറിയുവാൻ ദൈവം ആരാണ്, ദൈവമാണെന്ന് എല്ലാവരും തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവം വെളിപ്പെടുത്തുകയാണ്. ചെങ്കടലിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന ഭാഗമാണ്. പുറകെ ഫറോന്റെ സൈന്യം, മുമ്പിൽ ചെങ്കടൽ, രണ്ട് സൈഡിലും അടഞ്ഞിരിക്കുക. ഇന്ന് ആരെങ്കിലും അടഞ്ഞിരിക്കുകയാണെങ്കിൽ, ഒരു ജയിൽ മുറിയിൽ അടഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഞെരുക്കുകയാണെങ്കിൽ, മുമ്പിൽ പ്രശ്നം, പുറകെ പ്രശ്നം, സൈഡുകളിൽ പ്രശ്നം, എങ്ങോട്ടും പോകുവാനില്ലെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തോടു കൂടെ പരിശുദ്ധാത്മാവിനോടുകൂടെ ചലിക്കുവാൻ റെഡിയാണെങ്കിൽ, നിങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ ഈ ഉപവാസ ദിവസങ്ങൾ ഒന്ന് മാനസാന്തരപ്പെട്ട് ഒന്ന് അനുദപിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് വന്നാൽ ഈ കിഴക്കൻ കാറ്റ് നിങ്ങൾക്ക് വേണ്ടി അടിക്കും. ദൈവത്തിന്റെ ന്യായവിധി, ദൈവത്തിന്റെ ശത്രുക്കളുടെ മീതെ, പൈശാചിക ശക്തികളുടെ മേൽ അടിക്കുന്ന ദൈവത്തിന്റെ ഈ പട്ടണത്തിന്മേൽ, ദേശത്തിന് മേൽ മിസ്രൈമിൽ അടിച്ചതുപോലെ, മിസ്രൈമിന്റെ വൻ ശക്തികളുടെ മേൽ ദൈവത്തിന്റെ കിഴക്കൻ കാറ്റ് അടിച്ചതുപോലെ ദൈവത്തിന്റെ കിഴക്കൻ കാറ്റ് ചെങ്ങിന്റെ ഊര് അടിക്കും. പല ഓൾട്ടറുകൾ തകരും, പല മന്ത്രവാദികൾ കീഴടങ്ങും, പല ആഭിചാരങ്ങൾ നിഷ്ഫലമായി തീരും, പല ഓൾട്ടറുകളിൽ ശക്തി നിർവീര്യമാണ്. ശത്രു വ്യാപാരങ്ങൾ, മനപീഡ ഉണ്ടാക്കുന്ന സൂയിസൈഡിന്റെ സ്പിരിറ്റുകളുടെ മേൽ, ചെങ്ങന്നൂരിന്റെ ബലവാന്മാരുടെ മേൽ ഇതൊരു കേവലം ഒരു പ്രസംഗമല്ല, ഇതൊരു ശുശ്രൂഷയ. ആത്മമണ്ഡലത്തെ ടേക്ക് ഓവർ ചെയ്യുക, കിഴക്കൻ കാറ്റിനെ തുറന്നു വിടുക. ബലവാനെ പിടിച്ചുകെട്ടിട്ടല്ലാതെ അവന്റെ കോപ കവര് ന്യായവിധിയുടെ കാറ്റിനെ ദൈവജനം ചേർന്ന് തുറന്നു വിടുക. നൂറ്റാണ്ടുകളായി അടഞ്ഞു കിടന്ന ഈ പട്ടണം, ശാപത്തിൽ കിടന്ന പട്ടണം, നരഹത്യ നടത്തിയിരിക്കുന്ന ഈ പട്ടണം, കൊല നടന്ന പട്ടണം, മകൻ അപ്പനെ കൊല്ലുന്ന, അപ്പൻ മകനെ കൊല്ലുന്ന, തമ്മിൽ വെട്ടിമരിക്കുന്ന, രക്തം ചൊരിച്ചില്ല ഈ ദേശം, അബോർഷൻ കുന്നുകണക്കിന് നടന്ന് രക്തം ചൊരിഞ്ഞ ഈ ദേശം, മലിനപ്പെട്ടിരിക്കുന്ന ദേശം, പൈശാചികൻ കടിച്ചു പിടിച്ചിരിക്കുന്ന, മാനസിക രോഗികൾ നിറഞ്ഞു നടക്കുന്ന ഈ ദേശം, ദൈവത്തിന്റെ ന്യായവിധിയുടെ കാറ്റ്, ആ കിഴക്കൻ കാറ്റടിക്കുക. ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് പ്രവാചക 4 കാറ്റുകളോടും ഒന്ന് പ്രവചിക്കാമോ? ശ്വാസമേ. ആമേൻ. 14-21 വാക്യം വായിക്കാം. മോശ കടലിൽ മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട്, മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർതിരിഞ്ഞു. അടുത്ത വാക്യം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ കൂടി ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ഈ കിഴക്കൻ കാറ്റ് ചെയ്തെടുത്ത് നോക്കിയേ, മഹാശക്തിയോട് അടിച്ച ഈ കിഴക്കൻ കാറ്റ് എന്ത് ചെയ്തു? ചെങ്കടൽ. ഇത് പകൽക്കാലം ദൂത ചെങ്കടലിന്റെ അനുഭവമാണോ? ഏത് മാറാത്ത ചെങ്കടലാണെങ്കിലും, ചെങ്ങന്റെ ഊരിൽ ഈ റൂവ കാറ്റടിക്കുമ്പോൾ, ദൈവത്തിന്റെ ഈ കിഴക്കൻ കാറ്റടിക്കുമ്പോൾ, അതിനുവേണ്ടി ഒരു കൂട്ടം സജ്ജരാകുമ്പോൾ, 430 വർഷത്തെ പഴക്കമാ ഇസ്രായേൽ മക്കൾ. അത്രയും വലിയ അടിമത്തമാണ്. അങ്ങനെ എളുപ്പം വിട്ടുപോകാനൊന്നും ഫരോഹ്യ ശക്തി സമ്മതിക്കത്തില്ല. 2 സ്റ്റെപ്പ് എടുക്കുമ്പോൾ 5 സ്റ്റെപ്പ് നിന്നെ പിൻവലിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നീ 2 കൈ അടിക്കുമ്പോൾ നിന്നെ കൈ അടുപ്പിക്കാതിരിക്കുന്ന, നീ ഒന്ന് നൃത്തം ചെയ്ത് 2 അന്യഭാഷ പറയുമ്പോൾ നിന്റെ മേൽ വന്ന് വീഴുന്ന പൈശാചിക സമ്മർദ്ദങ്ങൾ. നിന്റെ അപ്പന്റെ കുടുംബം അത് അനുഭവിച്ചു, നിന്റെ വല്യപ്പൻ അത് അനുഭവിച്ചു, ഇന്ന് നീയും അത് അനുഭവിക്കുക. വല്യപ്പന് മദ്യപാനി, അപ്പനും മദ്യപാനി, മദ്യപാനം ഏറ്റവും കൂടുതൽ വെറുത്ത മകനും മദ്യപാനിയായി. ഈ ബാക്കിയുള്ളത് ഞാൻ പറയുന്നില്ല. ഈ പട്ടണത്തിന്റെ സവിശേഷതകളാണ്, ഓരോ ദേശത്തിന്റെ സവിശേഷതകളാണ്. ദൈവത്തിന്റെ മഹാശക്തിയോടുള്ള കിഴക്കൻ കാറ്റ് അടിക്കുന്ന സമയങ്ങളാണിത്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. ഭൂമിയിൽ ഒരു ദൈവ പ്രവൃത്തി നടക്കണം. എല്ലാം ദൈവം അങ്ങ് പ്രവർത്തിക്കുകയല്ല. അതിനാണെങ്കിൽ നമ്മുടെ ആവശ്യമില്ല. ദൈവത്തിന് തന്റെ സഭയിലൂടെയാണ്, നമ്മിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പട്ടണത്തിന്റെ സ്ഥിതിഗതികൾ മാറുന്നത് ദൈവത്തിന്റെ ജനത്തിലൂടെയാണ്, ദൈവത്തിന്റെ മക്കളിലൂടെയാണ്. I am very pivotal to the change in my community. Hallelujah. യോനയുടെ ജീവിതത്തിൽ 1-ാം അധ്യായം 4-ാം വാക്യം. ഇത് ശത്രുവിനെ ദൈവം ന്യായം വിധിച്ചു, മിസ്രൈമിനെ ന്യായം വിധിച്ചു. പിന്നെ ഒരിക്കലും മിസ്രൈമിയ ശക്തികൾ, ഫെറോഹ്യ ശക്തികൾ ഇസ്രായേലിന്റെ മേതെ വാഴുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഈ കിഴക്കൻ കാറ്റ് എന്നേക്കും. ഇന്ന് രാവിലെ ഈ ആലയത്തിലേക്ക് വന്നവരെ നിങ്ങളെ പിന്തുടരുന്ന പൈശാചിക രോഗശക്തി ഒന്ന് പിടിച്ചെടുത്തോ. അത് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലായിരിക്കും, കുടുംബത്തിലായിരിക്കും. ഡയബറ്റീസിന്റെ രോഗം വല്യപ്പനും ഉണ്ട്, അപ്പനും ഉണ്ട്, ഇപ്പോൾ നിങ്ങൾക്കും ഉണ്ട്. ഹാർട്ടിന്റെ പ്രശ്നം അപ്പനും ഉണ്ട്, വല്യപ്പനും ഉണ്ട്, വല്യപ്പനും ഉണ്ട്. ആരെങ്കിലും ഒന്ന് ധൈര്യം കാണിക്കുമോ? എന്റെ തലമുറയോടെ ഇത് അവസാനിക്കണം, എന്റെ മക്കളിലേക്ക് ഞാനത്
എന്റെ വല്യപ്പനും ആസ്മ, എന്റെ അപ്പനും ആസ്മ, എനിക്കും ആസ്മ, എന്റെ കുഞ്ഞിനും ആസ്മ. 4 തലമുറകൾ. എന്റെ കണ്ണ് തുറന്നപ്പോൾ ഒരു ദിവസം ഞാൻ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു നടക്കത്തില്ല. എന്റെ കണ്ണുകൾ തുറന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആസ്മയുടെ രോഗമേ എന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ വെട്ടുന്നു, ഞാൻ നിന്നെ വെല്ലുന്നു എന്റെ ജീവിതത്തിൽ നിന്നും. ഹല്ലേലൂയ. എന്റെ ചെറിയ പ്രായം മുതൽ ശ്വാസം മുട്ടി 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 മരുന്ന് കഴിക്കാതെ പറ്റാത്ത എനിക്ക് എന്റെ ജീവിതത്തിൽ ആ മണ്ഡലം തകർന്നു. പിന്നെ നോക്കിയപ്പോൾ എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ, ശാലോമിന്റെ ജീവിതത്തിൽ ചെറിയ പ്രായം തൊട്ട് ഹല്ലേലൂയ വെട്ടി. ആരോടൊക്കെയോ ദൈവം പറയുക, നിങ്ങൾ എഴുന്നേറ്റ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? ഇന്ന് ചരിത്രം മാറുന്ന ദിവസമാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം മാറുന്ന ദിവസമാണ്. മിസ്രൈമ ശക്തികൾ, ഫറോഹ ശക്തികൾ അടിയറയ പറയുന്ന ആ നിലത്തോട് നടന്ന, ഉണങ്ങിയ നിലത്തോട് നടന്ന ആ സ്ഥലത്ത് തന്നെ ആ ശക്തികളുടെ മേൽ കിഴക്കൻ കാറ്റിന്റെ അടിച്ച് വീണ്ടും സ്തോത്രം വന്ന് അവർ മുങ്ങിപ്പോയി. ഇന്ന് നിങ്ങളെ അലട്ടുന്ന പൈശാചിക ശക്തികളുടെ മേൽ, പാരമ്പര്യ ശക്തികളുടെ മേൽ, രോഗശക്തികളുടെ മേൽ ദൈവത്തിന്റെ കിഴക്കൻ കാറ്റടിക്കട്ടെ. നാളെ നിങ്ങൾക്കൊരു സാക്ഷ്യം പറയും, കർത്താവേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ കുടുംബത്തിനെ കെട്ടുപൊട്ടി. നിങ്ങൾ ബലാത്കാരത്തോട് എഴുന്നേറ്റ് നിന്നു, വചനം ഏറ്റെടുത്തു. വാ. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. യോന എവിടെ പോയാ? നിനവേലോട്ട് പോകേണ്ടതാ. ദൈവമനുഷ്യനാണ്, ദൈവമകനാണ്, അല്ലേ? ദൈവത്തിന്റെ വിളിയുള്ളവനാ, നിയോഗമുള്ളവനാ. നിനവേലോട്ട് പോകേണ്ടി വരും. അവൻ എവിടെ പോവുകയാ? അവൻ തർശീശിലേക്ക് പോവുകയാണ്. അപ്പോൾ ദൈവം ചില കൊടുങ്കാറ്റുകളെ നിങ്ങളുടെ പുറകിൽ അടുപ്പിക്കും. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ ശിഷ്യന്മാരും യേശുവും കൂടെ ഒരു ബോട്ട് യാത്രയിൽ പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഒരു കൊടുങ്കാറ്റടിച്ചു. അത് ദൈവത്തിന്റെ കൊടുങ്കാറ്റല്ല, അത് പൈശാചിക കൊടുങ്കാറ്റുകൾ. യേശു എഴുന്നേറ്റ് നിന്ന് പൈശാചിക കൊടുങ്കാറ്റുകളെ ശാസിച്ചു. ഇപ്പോൾ നമ്മൾ പൈശാചിക കൊടുങ്കാറ്റുകളെ കുറിച്ചല്ല സംസാരിക്കുന്നത്, ദൈവത്തിന്റെ കാറ്റുകൾ, കൊടുങ്കാറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ പടകിൽ കിഴക്കൻ കാറ്റടിച്ചു. ഷിപ്പ് ആടിയുലേ ആകെ പ്രശ്നമായി. ആ ഭാഗമൊക്കെ അറിയാമല്ലോ. യോന എന്ത് ചെയ്തു? സമ്മതിച്ചു. അതൊന്നും താമസിച്ചു. യോന പറഞ്ഞു, ഞാനാണ് കാരണം. ഈ കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, പ്രവാചകനായതുകൊണ്ടും അല്ലെ ദൈവഭക്തനായതുകൊണ്ടും യോന പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രശ്നം വേറെ ഒന്നുമല്ല, ഞാനാണ് പ്രശ്നം. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരോധമായി നിനവേക്ക് പോകാൻ പറഞ്ഞവൻ തർശിഷി പോയി, മനസ്സിനെ കേട് കാണിച്ചു. പ്രത്യേകിച്ച് ശുശ്രൂഷന്മാരോട് ദൈവം വളരെ കർശനമായി. സാധാരണ ജനത്തോട് വളരെ ലൈറ്റ് ആയിട്ടാകുമ്പോൾ ദൈവത്തിന്റെ ശുശ്രൂഷന്മാരോട് ദൈവം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ദൈവം ഇടപെടും. പാസ്റ്റർ അങ്ങനെയാ. സാധാരണ വിശ്വാസികളാണെങ്കിൽ കുഴപ്പമില്ല, പോട്ടെ പോട്ടെ. ശുശ്രൂഷകന്മാർ പ്രശ്നം ഉണ്ടാക്കിയാൽ പാസ്റ്ററിന് സ്നേഹമുള്ള ഒരു മുഖമല്ല, കർശനമായ ഒരു മുഖം നിങ്ങൾ കാണാം. കർത്താവിന്റെ ഈ കാറ്റുകളെ ഒന്ന് തിരിച്ചറിയാനുള്ള വിവേകം തന്നെ അങ്ങനെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ സീസണുകൾ മാറും. കാറ്റുകൾ നമ്മുടെ സീസണുകളെ ഷിഫ്റ്റ് ചെയ്യും, സീസണുകൾ മാറും. യോന എന്ത് ചെയ്തു? യോന അങ്ങ് സമ്മതിച്ചു. ഇല്ല, യോന എടുത്തെറിഞ്ഞു, തിമിംഗലം കഴിച്ചു. നിനവേയുടെ ആ കരയ്ക്ക് വന്ന് തിമിംഗലം അങ്ങ് ഛർദ്ദിച്ചോളഞ്ഞു. എന്നിട്ട് ഭയങ്കര വിഷമമാണ്, ദൈവത്തോട് അങ്ങ് നീരസമാണ്. ദൈവമേ, നിനവേ അവര് ക്രൂരമായ ആൾക്കാരല്ലേ, അവരെ അങ്ങ് എന്തിനാ രക്ഷിക്കുന്നേ? മനസ്സില്ല മനസ്സോട് പോയി എന്ത് ചെയ്തു? പ്രവചനം അങ്ങ് പ്രവചിച്ചു. 40 days, 40 ദിവസം കൊണ്ട് നിനവ നശിക്കും. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ദൂത് പറഞ്ഞു. പ്രവാചകനല്ലേ, പള്ളി പുള്ളി മാറാതെ എന്ത് പറഞ്ഞു? ദൂത് പറഞ്ഞു. 40 days, 40 ദിവസത്തെ വാർണിംഗ് തരിക ദൈവം ഈ പട്ടണത്തോട്. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഈ പട്ടണത്തെ ദൈവം നശിപ്പിച്ചു. ന്യായവിധിയുടെ കാറ്റ് വരും. സ്വന്തം അത് കേട്ടോടെ എന്ത് ചെയ്തു? പ്രവാചകൻ ചിന്തിച്ചതിന് വിപരീതമായി നിനേവയുടെ ജനം രട്ടുകൊടുത്തു. രാജാവ് തൊട്ടങ്ങ് ഏറ്റവും അവസാനത്തെ മൃഗങ്ങൾ പോലും ഉപവാസം ആചരിച്ചു. ഹല്ലേലൂയ. പട്ടണം മാനസാന്തരപ്പെട്ടു. ദൈവം കൊണ്ടുവരാനുള്ള ന്യായവിധി ദൈവം മാറ്റിവെച്ചു. ജോനയ്ക്ക് എപ്പോഴും തൃപ്തിയായില്ല. നമുക്ക് വായിക്കാം 4-ാം അധ്യായം 8-ാം വാക്യം. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമായ ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. യോന അവിടെ കിടക്കുക, അല്പം ഒന്ന് ആശ്വസിച്ച് ഇതെല്ലാം പറഞ്ഞു വന്ന തണലിൽ കിടക്കുക. മനസ്സ് മൊത്തം അങ്ങ് പിരിമുറുക്കുക, വിഷമ, ദൈവത്തോട് നിരാശയാ. ദൈവം എന്ത് ചെയ്തു? സ്തോത്രം, ഹല്ലേലൂയ. ഒരു കിഴക്കൻ കാറ്റ് ഘടിപ്പിച്ചു. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ അടിച്ചു. കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ചു. അവൻ ക്ഷീണിച്ചു. മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ച് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. യോന പറയാ, മരിക്കുന്നതാ നല്ലത്. ദൈവം വിടുമോ? ദൈവത്തിന്റെ മക്കളെ അങ്ങനെ ഇങ്ങനെ വിടുവോ? ദൈവത്തിന്റെ ശിക്ഷണങ്ങൾക്കായി, ദൈവത്തിന്റെ ഡിസിപ്ലിനുകൾക്കായി, ദൈവത്തിന്റെ ശുദ്ധീകരണം. അതുപോലെ അപ്പോൾ ചില കാറ്റുകൾ അങ്ങനെ വന്ന് നമ്മളെ അടിക്കും. യോനയോട് പറയാ, യോനയുടെ പുസ്തകം താഴെ വായിക്കാം. ദൈവം യോനയോട് ഈ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിന് ഇടപെടുക. നിന്നോട് ദൈവം ഇടപെടുവാൻ, നമ്മോട് ദൈവം ഇടപെടുവാൻ എന്താ? ചില കിഴക്കൻ കാറ്റുകളെ ദൈവം അടുപ്പിക്കും. ചില ചൂടേറിയ അനുഭവങ്ങൾ ഇല്ലേ? അപ്പോഴാണ് യോനെ ഒന്ന് എന്താ ദൈവത്തിലേക്ക് ഒന്ന് തിരിയുന്നത്. ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. ദൈവത്തോട് പറയാ, കോപിക്കുന്നത് ശരിയാണോടാ യോന? തിരിച്ചു പറയാ, ദൈവത്തോടാ, മനുഷ്യനോടല്ല, ദൈവത്തോട് പറയാ, അത് ശരിയാണ് ദൈവം. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. ആവണക്കിനെ കുറിച്ച് നീ വിതച്ചില്ല, നീ അതിനെ വളർത്തിയില്ല. ആ ആവണക്കിനെ ഓർത്ത് നിനക്ക് ഇത്ര
ബോധമുണ്ടെങ്കിൽ, നിന്റെ ഹൃദയം എത്ര വിഷമിച്ചെങ്കിൽ, ദൈവത്തിന്റെ ഹൃദയം ഒന്ന് കണ്ടേ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞ് കൂടാത്ത 1,24,000 പരം മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. അത് നിനവക്കാർ വളരെ മോശമായിട്ടുള്ള ആൾ, വളരെ ക്രൂരമായ, അവര് മർദ്ദലിപ്പിലും മോശമായ അധർമ്മത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ ദൈവം പറയാ, എനിക്ക് അവരോട് മനസ്സലിവുണ്ട്. അവർക്ക് അവസരം കൊടുക്കണം, മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുക്കണം. ദൈവത്തിന്റെ ദൂത് അവരിലേക്ക് എത്തണം. അത് കഴിഞ്ഞിട്ടും അവർ മർദ്ദലിച്ച് അവരുടെ ദുർമാർഗങ്ങളെ വിടുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി അവിടെ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ കിഴക്കൻ കാറ്റുകൾക്കായി നമ്മെ ശുദ്ധീകരിക്കുന്ന, നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധി നമ്മുടെ വിരോധമായി വെളിപ്പെടുന്ന സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ തെക്കൻ കാറ്റ്, സൗത്ത് വിൻഡ്. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. തെക്കൻ കാറ്റിന്റെ പ്രത്യേകത അത് സമാധാനത്തിന്റെ, ആശ്വസിപ്പിക്കുന്ന, വളരെ ചൂടേറിയ കഠിനമായ പ്രയാസമേറിയ അനുഭവങ്ങളുടെ മധ്യത്തിലൂടെ പോകുമ്പോൾ ദൈവത്തിന്റെ സൗത്ത് വിൻഡിനെ അടിക്കുവാൻ ഇടയായിത്തരും. ഈ സൗത്ത് വിൻഡ് വരുമ്പോൾ വായിക്കാം. തെന്നിക്കാറ്റ് കൊണ്ട് ഭൂമി അനങ്ങാതിരിക്കുമ്പോൾ നിന്റെ വസ്ത്രത്തിന് ചൂടുണ്ടാകുന്നത് എങ്ങനെ? How thy garments are warm when he quieted the earth by the south wind. Amen. Amen. അപ്പോൾ ദൈവത്തിന്റെ തെക്കൻ കാറ്റിനെ അയച്ച് ദൈവം എന്ത് ചെയ്യുക? നമ്മെ സമാധാനിപ്പിക്കും. വളരെ വിഷമത്തിൽ കൂടെ പോവുക, ഹൃദയം വിഷമിച്ചിരിക്കുക, നാം മനസ്സാന്തരപ്പെട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആശ്വാസ കാറ്റുകൾ, ദ റിഫ്രഷിംഗ് വിൻഡ്, നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ സമാധാനിപ്പിക്കുന്ന, നമ്മെ ട്രാങ്ക്വിൽ ക്വൈറ്റ് ആക്കുന്ന, നമ്മെ ശാന്തതയിലേക്ക്, അല്ലേ, ചൂടേറിയ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ, പീഡനങ്ങളിലൂടെ പോകുമ്പോൾ, വിഷമങ്ങളിലൂടെ പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഈ റൂവ കാറ്റ് അത് തെക്കൻ കാറ്റായി ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ തെക്കൻ കാറ്റ്, സമാധാനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ റൂവ തെക്കൻ. ദൈവത്തിന്റെ കാറ്റുകൾക്കായി നമുക്ക് ദൈവത്തെ നന്ദി പറയാം. It's the comforting wind of God. It's the peace bringing wind of God. It's the quietening and the tranquilling wind of God. നമ്മുടെ ഭൂമി പ്രയാണത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ കഠിനമായ യാത്രകളിലൊക്കെ ദൈവത്തിന്റെ തെക്കൻ കാറ്റുകൾ. അപ്പൊ ഈ തെക്കൻ കാറ്റിനെ കുറിച്ചൊരു വെളിപ്പാടുണ്ടെങ്കിൽ എന്ത് പറ്റും? സഭ അങ്ങനെ പോകുമ്പോൾ നമുക്ക് പ്രവചിക്കാം. എസെക്കിയേൽ എഴുന്നേറ്റ് 4 കാറ്റുകളോട് പ്രവചിച്ചതുപോലെ ഏതാ നമ്മുടെ ആവശ്യം പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തും. Speak and prophesy. Hallelujah. Come Holy Spirit and blow your south wind on this church. അങ്ങയുടെ തെക്കൻ കാറ്റിനെ ഈ മനുഷ്യന് മേൽ, ഈ കുടുംബത്തിന് മീതെ, ഈ സഭയുടെ മീതെ, ഈ ദേശത്തിന് മേൽ അങ്ങയുടെ തെക്കൻ കാറ്റ്, സമാധാനത്തിന്റെ കാറ്റിനെ, ആശ്വാസത്തിന്റെ കാറ്റിനെ, ശാന്തമാക്കുന്ന, ക്വൈറ്റനാക്കുന്ന ദൈവത്തിന്റെ മൂന്നാമത്തെ കാറ്റ് ദൈവത്തിന്റെ വടക്കൻ കാറ്റ് എന്ന് പറയാം. വടക്കൻ കാറ്റ്, the northern wind. ദൈവത്തിന്റെ വടക്കൻ കാറ്റ് ഭയങ്കരമാണ്. എസെക്കിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഒരു വടക്കൻ കാറ്റ്, നോർത്ത് വിൻഡ്, അത് ദൈവ മഹത്വത്തെ കുറിച്ച്. ഈ വടക്കൻ കാറ്റടിക്കുമ്പോഴാണ്, അത് ആഞ്ഞടിക്കുമ്പോഴാണ്, അതിനുവേണ്ടി വേദികൾ ഒരുക്കുമ്പോഴാണ് നോർത്ത് വിൻഡ്. ഹല്ലേലൂയ. Come Holy Spirit, blow your north wind over the people. വടക്കൻ കാറ്റിന്റെ പ്രത്യേകത അത് മഹത്വത്തിന്റെ കാറ്റാണ്, അത് ശക്തിയുടെ കാറ്റാണ്, അത് സാന്നിധ്യത്തിന്റെ കാറ്റാണ്, അത് ഉണർവിന്റെ കാറ്റാണ്, അത് ദൈവ മഹത്വത്തിന്റെ കാറ്റാണ്, അത് അനുഗ്രഹത്തിന്റെ കാറ്റാണ്, അത് മുന്നേറ്റത്തിന്റെ കാറ്റാണ്, അത് ബ്രേക്ക് ത്രൂവിന്റെ കാറ്റാണ്. It's the wind of blessing, it's the wind of fruitfulness, it's the wind of the supernatural. ആദ്യം ദൈവത്തിന്റെ കിഴക്കൻ കാറ്റും, പിന്നെ ദൈവത്തിന്റെ തെക്കൻ കാറ്റും, പിന്നെ ദൈവത്തിന്റെ വടക്കൻ കാറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യവും മഹത്വവും, ദൈവത്തിന്റെ ശക്തിയും, ദൈവത്തിന്റെ ജീവനും, ദൈവത്തിന്റെ അത്ഭുതങ്ങളും. ഹല്ലേലൂയ. ഈ വടക്കൻ കാറ്റ് അടിക്കുമ്പോൾ പിന്നെ കൂട്ട സൗഖ്യങ്ങളാണ്, കൂട്ട വിടുതലുകളാണ്. ഹല്ലേലൂയ. കുടിയ കാറ്റ് പോലെ വടക്കൻ കാറ്റടിച്ചാൽ ഹല്ലേലൂയ പിന്നെ 1, 2, 10, 50 ഒക്കെ ആകുന്ന ദൈവപ്രവർത്തികൾ, അത് പെരുമഴയായി, അത് മഹാ ഉത്സവമായി കൈയടിക്കാം. ദൈവത്തിന്റെ വടക്കൻ കാറ്റുകൾക്കായി ദൈവത്തിന്റെ ശക്തിയെയും സാന്നിധ്യത്തെയും മഹത്വത്തെ കുറിക്കുന്ന റുവ വടക്കൻ കാറ്റ്. ഹല്ലേലൂയ. എസെക്കിയേൽ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്നൊരു കൊടുങ്കാറ്റും, വടക്ക് നിന്നൊരു കൊടുങ്കാറ്റ്, വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും. എസെക്കിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 4 ദൈവ മഹത്വത്തെ കുറിച്ച് വർണ്ണിക്കുക. ദൈവത്തിന്റെ മഹത്വം ഇങ്ങനെയായിരുന്നു, ദൈവ സാന്നിധ്യം ഇങ്ങനെയായിരുന്നു. പക്ഷെ തുടങ്ങുന്നത് എവിടെയാ? ഒരു വടക്കൻ കാറ്റടിക്കുക. The northern wind of God represents the wind of God's glory, the wind of God's presence, the wind of God's anointing and power, the wind of God's supernatural, the wind of God's signs, wonders and miracles, the wind of God's fruitfulness, the wind of God's victory, the wind of God's success, the wind of God's triumph. സ്തോത്രം. ഉത്തമഗീതം. മനോഹരമായ ഒരു വചനമാണ്. 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ സ്തോത്രം. ഒരു ഭാര്യ ഭർത്താവ്, ഒരു പുരുഷനും സ്ത്രീയും വളരെ അടുത്ത സ്നേഹത്തിലാകിയിരിക്കുന്ന വ്യക്തികളുടെ ഒരു ഭാഷയാണ്. പക്ഷെ അതെല്ലാം ദൈവവും തന്റെ മണവാട്ടി സഭയെ കുറിച്ചുള്ള പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പോയറ്റിക് ഭാഷകളാണ്. അതൊന്ന് വായിക്കാം. വടതിക്കാറ്റെ ഉണരുക, സ്തോത്രം. വടക്കൻ കാറ്റേ, വടക്കൻ കാറ്റെ ഉണരുക, തെന്നിൻ കാറ്റെ വരിക. Awake, O north wind, come thou south.
എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന്, സ്തോത്രം, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. ഊതുക. ഹല്ലേലൂയ. എന്റെ പ്രിയന്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ടഫലം ഭുജിക്കട്ടെ. എന്തൊരു പ്രൊഫറ്റിക്കൽ പോയറ്റിക്കൽ ലാംഗ്വേജ്. പരിശുദ്ധാത്മാവ് പറയുക, awake O northern wind, come O southern wind, blow on my garden. ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും ദൈവത്തിന്റെ ഗാർഡനാണ്. ക്രിസ്തുവിന്റെ മണവാട്ടി സഭയാണ്. നാം ക്രിസ്തുവിന്റെ തോട്ടമാണ്, തോട്ടങ്ങളാണ്. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളിൽ നിന്ന് ആ സൗരഭ്യം വെളിപ്പെടണമെങ്കിൽ, അത് ദേശത്തിൽ ചെങ്ങിന്റെ ഊരിൽ വെളിപ്പെടണമെങ്കിൽ, അത് കേരളം ഭാരതത്തിൽ രാജ്യങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമ്മുടെ മീതെ അധികമായി അടിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ഈ ലാംഗ്വേജിൽ, പ്രൊഫറ്റിക്കൽ പോയറ്റിക്കൽ ലാംഗ്വേജ് പറയുക, സ്തോത്രം, വടക്കൻ കാറ്റെ വന്ന് അടിക്കുക. ഹല്ലേലൂയ. എന്റെ തോട്ടത്തിലുള്ള സൗരഭ്യവാസന വീശേണ്ടതിന് അതിന്മേൽ ഊതുക. അതൊന്ന് പരക്കേണ്ടതിന് വേണ്ടി അതിന്മേലൊന്ന് വീശുക, ഊതുക. എന്റെ പ്രിയൻ വന്ന് എന്നിൽ നിന്ന് നല്ല ഫലങ്ങൾ ആസ്വദിക്കുവാൻ എന്റെ മേൽ വീശുക. ദൈവമഹത്വത്തെയും സാന്നിധ്യത്തെയും ദൈവശക്തിയെയും ദൈവത്തിന്റെ സൗരഭ്യത്തെയും വലിയ സ്വാധീനങ്ങളും ചലനങ്ങളില്ലാതെ ഇരിക്കുന്ന നമ്മുടെ മേൽ ഈ വടക്കൻ കാറ്റ് അങ്ങോട്ട് അടിക്കുമ്പോൾ, ഈ വടക്കൻ കാറ്റിന്റെ റുവാ കാറ്റിന്റെ അഭിഷേകത്തിന്റെ ആഴമായ പ്രവൃത്തി അതൊന്ന് തിരിച്ചറിഞ്ഞ് നമ്മളൊന്ന് come Holy Spirit and blow on me so that my fragrance. ഈ വടക്കൻ കാറ്റ് വന്ന് നമ്മളെ അടിച്ചില്ലെങ്കിൽ എന്താ? നമ്മൾ താമസിക്കുന്ന ആ ചെറിയ സ്ഥലത്ത് പോലും നമ്മളൊരു ദൈവമനുഷ്യനാണ്, നമ്മൾ ക്രിസ്തുവിന്റെ പ്രതിനിധികളാണ്, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവാണ്. ഒരു സുഗന്ധവും സൗരഭ്യവുമില്ലാതെ നമുക്ക് നമ്മുടെ ആ സ്ഥലത്ത് ഒതുങ്ങിക്കൂടാം. No one will recognize you as a Christian. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ്, നിങ്ങളൊരു വീണ്ടും ജനിച്ച ഒരു വിശ്വാസിയാണെന്ന് പോലും ആരും അറിയാതെ നിങ്ങളായിരിക്കുന്ന ആ സ്ഥലത്ത് നിൽക്കാം. പക്ഷെ ഈ വടക്കൻ കാറ്റ് അടിക്കുമ്പോൾ എന്താ? നിങ്ങളുടെ സുഗന്ധം. ഇവരെന്തോ പ്രത്യേകതയുണ്ടല്ലോ, ഇവരെന്തോ വ്യത്യാസമുണ്ടല്ലോ. ക്രിസ്തു വെളിപ്പെടുക, ക്രിസ്തുവിന്റെ സുഗന്ധം. അങ്ങയുടെ വടക്കൻ കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ എന്റെ തോട്ടത്തിൽ നിന്നും ആ സുഗന്ധം ഒന്ന് വെളിപ്പെടണമേ. എന്നിലും നല്ല ഫലങ്ങൾ കായ്ച്ച് എന്റെ പ്രിയനായ യേശു എന്നിൽ പ്രസാദിക്കുവാൻ എത്ര പേര് ആത്മാർത്ഥമായ ആമേൻ. ഹല്ലേലൂയ. സദൃശവാക്യം 25-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു. നോർത്ത് വിൻഡ്. യെസ്, അങ്കിളിന്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? The north wind brings forth rain. The north wind brings forth rain. ഈ വടക്കൻ കാറ്റിന്റെ പ്രത്യേകത എന്താ? അത് മഴ കൊണ്ടുവരും. ചില സമയത്ത് ഈ കിഴക്കൻ കാറ്റ് മഴ അടിച്ചു കളയും. അങ്ങനെ ഒരു പ്രവൃത്തിയുണ്ട്. അതുകൊണ്ടാണ് ആ ട്രാൻസ്ലേഷൻ അവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്. The north wind brings forth rain. The north wind brings forth rain. ഈ വടക്കൻ കാറ്റ് അടിക്കുമ്പോൾ, ആത്മാവിന്റെ റുവ കാറ്റ് അടിക്കുമ്പോൾ മഴ പെയ്യും. മഴ പെയ്താൽ എന്താ സംഭവിക്കുന്നത്? വലിയ വിളവുണ്ടാകും. ഉണങ്ങിക്കിടക്കുന്ന നിലങ്ങളിൽ ദൈവത്തിന്റെ ആത്മമഴ പെയ്താൽ അവിടെ വലിയ കൊയ്ത്തുണ്ടാകും. അപ്പൊ ഈ വടക്കൻ കാറ്റ് എന്താ ചെയ്യുന്നത്? മഴയെ കൊണ്ടുവരും, മഴ കൊയ്ത്ത് കൊണ്ടുവരും. വടക്കൻ കാറ്റ് എന്ത് ചെയ്യും? വലിയ കൊയ്ത്തിനെ കൊണ്ടുവരും. How much we need the northern wind of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഈ വടക്കൻ കാറ്റ്. ഹല്ലേലൂയ. സ്തോത്രം. പടിഞ്ഞാറൻ കാറ്റ്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം. സ്തോത്രം. ഈ പടിഞ്ഞാറൻ കാറ്റ് അത് കരുണയുടെ കാറ്റാണ്, അത് വിടുതലിന്റെ കാറ്റാണ്. ദൈവത്തിന്റെ ന്യായവിധികളൊക്കെ വന്ന് ദൈവം കഠിനമായി നമ്മോട് ഡീൽ ചെയ്യുമ്പോൾ നമ്മളങ്ങ് കീഴടങ്ങുന്നത് എപ്പോഴും നല്ലത്. ഇല്ല, അപ്പനമ്മമാര് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഒരു കറക്ഷൻ കൊണ്ടുവരുമ്പോൾ, ഒന്ന് ഇടപെടുമ്പോൾ, മക്കൾ മർദ്ദലിച്ച് നിന്നാൽ എന്താ പ്രശ്നം ഗുരുതരമാകത്തേ ഉള്ളൂ. പെട്ടെന്ന് കീഴടങ്ങി. ഹല്ലേലൂയ. പെട്ടെന്ന് അപ്പ ശരി അപ്പ സോറി അപ്പ സോറി, എന്ത് പറ്റി? വിഷയം കഴിഞ്ഞു. ദൈവം നിന്നോട് ഇടപെടുമ്പോൾ, നമ്മോട് ഇടപെടുമ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ഒന്ന് സമ്മതിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ, നമ്മുടെ സീസണുകൾ മാറും. കിഴക്കൻ കാറ്റ് അത് പടിഞ്ഞാറൻ കാറ്റായി തെക്കൻ കാറ്റൊക്കെ അടിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. നമുക്കൊന്ന് വായിക്കാം. യെസ്. യഹോവ മഹാശക്തിയുള്ള ഒരു പടിഞ്ഞാറൻ കാറ്റ് അടിപ്പിച്ചു. നോക്കിയേ, വീണ്ടും മഹാശക്തിയുള്ള ഒരു പടിഞ്ഞാറൻ വെസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞ വെസ്റ്റ് വിൻഡ് അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അത് വെട്ടുക്കിളിയെ എടുത്ത് ചെങ്കടലിൽ ഇട്ടുകളഞ്ഞു. ഹല്ലേലൂയ. ഒരു കാറ്റ് ന്യായവിധി കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന്റെ വേറൊരു കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ് വെട്ടുക്കിളികളെ മാറ്റിക്കളി. ഇന്ന് നമ്മെ നശിപ്പിക്കുന്ന തുള്ളനും വെട്ടുക്കിളികളുണ്ടോ? നമ്മുടെ സംവത്സരങ്ങളെ നശിപ്പിച്ച തുള്ളനും വെട്ടുക്കിളികളുണ്ടോ? ദൈവത്തിന്റെ സുമാകെ നിങ്ങളൊന്ന് കീഴടങ്ങി മാനസാന്തരപ്പെട്ട് ഒന്ന് അനുദപിച്ച്, കർത്താവേ, അങ്ങയുടെ പടിഞ്ഞാറൻ കാറ്റ് ഒന്ന് അടിക്കണമേ. നിങ്ങളുടെ സംവത്സരങ്ങളെ തിന്നളഞ്ഞ വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തുള്ളന്റെ അനുഭവങ്ങളെ. ഹല്ലേലൂയ. ആമേൻ. നമ്പേഴ്സ് സംഖ്യാപുസ്തകം 11-ാം അധ്യായം 30-31. പിന്നെ മോശയും ഇസ്രായേൽ മൂപ്പന്മാരും പാളയത്തിൽ വന്നു ചേർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇത് സ്തോത്രം. ചെങ്കടലൊക്കെ കടന്ന് അവർ കുറച്ച് ദൂരം വന്നു. മരുഭൂമി പ്രയാണമാണ്, യാത്രയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവം ആകാശം തുറന്ന് സ്വർഗം തുറന്ന് മന്ന പെയ്ച്ചു കൊടുത്തു. മന്ന കൊടുത്തപ്പോൾ അവർക്ക് അത് തൃപ്തരായില്ല. പിന്നെ അവർ പിറുപിറുക്കാൻ തുടങ്ങി. അവർക്ക് ഭയങ്കരമായി മാംസം കഴിക്കണം, മീറ്റ് കഴിക്കണം. സ്തോത്രം. അപ്പോൾ ദൈവം പറയാം, ഞാനൊരു കാര്യം ചെയ്യാം. എന്താണ് ദൈവം ചെയ്യുന്നത്? അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. സ്തോത്രം. ദൈവത്തിന്റെ കാറ്റുകൾ അടിച്ചാൽ, പരിശുദ്ധാത്മാ റൂഹ കാറ്റ് അടിച്ചാൽ എന്താ സംഭവിക്കുന്നത്?
കടലിൽ കിടക്കുന്നത്, ദൂരെ കിടക്കുന്നത്, പിടിയെത്താൻ ദൂരത്ത് കിടക്കുന്നത്. സ്തോത്രം. നിങ്ങൾ എത്ര ഓടി പിടിക്കാൻ നോക്കിയാലും പിടിക്കാൻ കഴിയാത്തത് ദൈവത്തിന്റെ കാറ്റ് അടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് അത് കൊണ്ടിടും. നമുക്കൊന്ന് വായിക്കാം എന്താ ചെയ്തത്. പാളയത്തിന്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോടെ ഏകദേശം 2 മുഴം അടുത്ത് പകൽ മുഴുവനും പറന്ന് നിൽക്കുമാറാക്കി. ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. ദൈവം എന്ത് ചെയ്തു? ഒരു കാറ്റങ്ങടിച്ചു അവരുടെ കൂടാരത്തിലേക്ക്. സ്തോത്രം. കാടകൾ എന്താ അവർക്ക് പിടിക്കാൻ, മറ്റേ കാടുകൾ ഉയർന്നു പറഞ്ഞു. ഈ കാടുകൾ 3 ഫീറ്റ്. നമുക്ക് എന്താ സ്വതം അപ്പോഴും പിടിക്കണം. നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിടുക. അപ്പം ഒന്ന് പിടിച്ചെടുത്താൽ മതി. നമ്മുടെ കയ്യെത്താ ദൂരം, അങ്ങ് ദൂരെ കിടക്കുന്നത് നമ്മൾ അടുത്ത് കൊണ്ടുവന്നു, നമ്മുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു. പ്രൊഫറ്റിക്കൽ ലാംഗ്വേജ് ആണ്. പിടികിട്ട പുള്ളികളായി ദൂരെ കിടക്കുന്ന ദേശനിവാസികൾ ഈ കാറ്റടിക്കുമ്പോൾ, സുവിശേഷത്തിന്റെ ഈ ശബ്ദം കേൾക്കാതെ ദൂരെ നിൽക്കുന്നവർ ഈ കാറ്റടിക്കുമ്പോൾ കാടകൾ പറഞ്ഞ കൂടാരത്തിലേക്ക് വന്നതുപോലെ ദൈവത്തിന്റെ ഈ കാറ്റുകൾ അടിക്കുമ്പോൾ കാടകൾ പറന്നു വന്ന കയ്യെത്താ ദൂരത്ത് നമുക്കത് പിടിച്ചെടുത്ത് നിറയ്ക്കുവാൻ കഴിയാണ്. അവരുടെ ആഗ്രഹങ്ങൾ തൃപ്തിയായി അതിൽ കവിഞ്ഞൊഴുകുന്ന നിലവാരത്തിൽ എവിടെ നോക്കിയാലും കാട. അത് ആത്മാക്കളാണെങ്കിൽ എവിടെ നോക്കിയാലും ആത്മാക്കൾ, അങ്ങോട്ട് നോക്കിയാലും ആത്മാക്കൾ, ഇങ്ങോട്ടും കൂടാരത്തിലേക്ക് വന്ന് നിറയുന്ന, വന്ന് കയറുന്ന, കയ്യെത്താ ദൂരത്തിൽ പിടിച്ച്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാറ്റുകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ചില കാറ്റുകൾ എന്ത് ചെയ്യും? ശത്രുവിന്റെ പദ്ധതികളെ ക്യാപ്ചർ ചെയ്ത് കളയും. ചിലതിനെ അടിച്ച് എല്ലാം കൂട്ടി ഗ്യാദർ ചെയ്ത്. സമ്പത്തില്ല, ഈ കാറ്റടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കാടുകൾ പറന്നു കയറിയതുപോലെ സമ്പത്ത് പറന്ന്. വിവാഹം നടക്കുന്നില്ല, ഈ കാറ്റടിച്ചാൽ നമ്മുടെ കൂടാരത്തിലേക്ക് കൂട്ട കല്യാണങ്ങൾ നടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. കാറ്റടിച്ചു. ഹല്ലേലൂയ. ഒരു കല്യാണം കഴിഞ്ഞു, അടുത്ത കല്യാണം, അടുത്ത ആലോചന. ദൈവത്തിന്റെ റൂവ കാറ്റിനായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കിഴക്കൻ കാറ്റിനായി, ദൈവത്തിന്റെ തെക്കൻ കാറ്റിനായി, ദൈവത്തിന്റെ വടക്കൻ കാറ്റിനായി, ദൈവത്തിന്റെ പടിഞ്ഞാറൻ കാറ്റിനായി, ദൈവത്തിന്റെ കാറ്റുകൾക്കായി. ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് വേണ്ടി മനുഷ്യപുത്ര. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് കാറ്റ് പോലെ. അപ്പൊ എന്താ കാറ്റിന്റെ പ്രത്യേകത? കാറ്റിന് ഭയങ്കര ശക്തിയുണ്ട്. വിൻഡ് ഹാസ് ഗ്രേറ്റ് പവർ. കാറ്റ് ശക്തിയേറിയതാണ്. ഈ ദിവസങ്ങളിൽ കാറ്റടിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ റൂഹ കാറ്റടിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരു വലിയ വിൻഡ് മില്ലാക്കി. ഈ കാറ്റ് എന്ത് ചെയ്യും? നമ്മുടെ വഴിയിൽ വരുന്ന തടസ്സങ്ങളെ, അത് ഏത് പൈശാചിക തടസ്സങ്ങളാണ്. ഒരു വേൾവിൻഡ് വന്നാൽ, ഒരു കൊടുങ്കാറ്റ് വന്നാൽ, ഒരു ടൊർണാഡോ അടിച്ചാൽ, ഒരു വലിയ ചുഴലിക്കാറ്റടിച്ചാൽ എത്ര പിടിച്ചു നിൽക്കാൻ നോക്കിയാലും പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത wind has great power. Wind has great power. അപ്പോൾ കൊടുങ്കാറ്റ് പോലെ ദൈവത്തിന്റെ അതിശക്തി. ഈ വിൻഡിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം, വൈദ്യുതി ഉണ്ടാക്കാം. റുവ കാറ്റ് എന്ന് പറയുമ്പോൾ ദൈവശക്തിയുടെ ഭയങ്കര ഡെമോൺസ്ട്രേഷൻ ആണ്. അതുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം വരുമ്പോൾ ജനം വീഴാൻ കാരണം എന്താ? പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തോടെ പറയുമ്പോൾ ആരും കൈവെക്കുന്നില്ല. അവിടെ ഒരാൾ വീഴുന്നു, ഇവിടെ ഒരാൾ വീഴുന്നു, അവിടെ ഒരാൾ വീഴുന്നു. കാരണം എന്താ? കാറ്റടിക്കുക. ഹല്ലേലൂയ. ഈ കാറ്റടിച്ചാൽ എന്ത് പറ്റും? എല്ലാം സ്പീഡാണ്. നമ്മുടെ ജീവിതത്തിൽ ലേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാം സ്പീഡ്, ചൂട് പിടിക്കും, സ്പീഡാകും, വലിയ സ്പീഡാകും, വലിയ മൊമെന്റം, വലിയ ആക്സിലറേഷൻ. തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരി സമയമെടുക്കുന്നു, ഒത്തിരി എഫേർട്ട് എടുക്കുന്നു. പക്ഷേ കാറ്റടിച്ചാൽ എന്ത് സംഭവിക്കും? എളുപ്പമാണ്. There is an ease. The wind brings an ease. No struggle. Hallelujah. Ease. കാറ്റ് വീശിടുന്നേ, ദേശത്തിൽ ഉണർവ് പടർന്നിടുന്നേ. ഉണർവിൻ കാറ്റ് വീശിടുന്നേ, ദേശത്തിൽ ഉണർവ് പടർന്നിടുന്നേ. അഗ്നിയിൻ കാറ്റ്, റൂഹാ കാറ്റ് എന്മേലെ വീശിടുന്നേ. ഓ അഗ്നിയിൻ കാറ്റ്, റൂഹാ കാറ്റ് എന്മേലെ വീശിടുന്നേ. വീശട്ടുമേ കാറ്റ്, വീശട്ടുമേ ദേശത്തിൽ വീശട്ടുമേ. ഉരുവാക്കും കാറ്റ്, ഉയർത്തേടും കാറ്റ് എന്മേലെ വീശിടുന്നേ. ഓ ഉരുവാക്കും കാറ്റ്, ഉയർത്തേടും കാറ്റ് എന്മേലെ വീശിടുന്നേ. ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന്റെ കാഴ്ചകൾക്കായി അതൊരു പാട്ടായി. ആമേൻ. അത് നമുക്ക് വീണ്ടും 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 പാടി സ്വന്തം. ഹല്ലേലൂയ. ദൈവത്തിന്റെ റൂഹ കാറ്റിനെ, പരിശുദ്ധാത്മാവിന്റെ കാറ്റിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക്
ദൈവസഭയിലേക്ക്, ദേശത്തിലേക്കൊക്കെ സ്വീകരിക്കുവാൻ, തുറന്നു വിടുവാനൊക്കെ ദൈവം നമ്മളെ പങ്കാളികളായി ദൈവം നോക്കുന്നു. ഹല്ലേലൂയ. സ്വന്തമാക്കാരെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Come, Holy Spirit. Come, Holy Spirit. Blow on your people. അങ്ങയുടെ ജനത്തിന്മേൽ അങ്ങയുടെ റൂഹ കാറ്റ്, കിഴക്കൻ കാറ്റും തെക്കൻ കാറ്റും വടക്കൻ കാറ്റും പടിഞ്ഞാറൻ കാറ്റും, let the wind blow. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് സകലത്തെയും നവീകരിക്കുന്ന, സകലത്തെയും നൂതനമാക്കുന്ന, ദൈവത്തിന്റെ പുനരുത്ഥാന പുതിയ ആരംഭങ്ങൾ തരുന്ന, സൃഷ്ടിക്കുന്ന ദൈവപ്രവർത്തികളെ ചെയ്തെടുക്കുന്ന ദൈവത്തിന്റെ റൂഹ കാറ്റ്. The wind of God, the fresh wind from heaven, may it blow. Let it blow. അതേ ജീവിതങ്ങളെ പെർമനന്റ് ആയി ഷിഫ്റ്റ് ചെയ്യുന്ന, സീസണുകളെ പെർമനന്റ് ആയി ഷിഫ്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ റൂഹ കാറ്റ് കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ച് തുറന്നു വിടുന്നു. Let the four winds of God come and breathe on us, O God. ഒരു മഹാസൈന്യമായി മരിച്ച് നിർജീവമായിരിക്കുന്ന അവസ്ഥകൾ, ആശ്ചര്യാവസ്ഥകൾ, അടഞ്ഞു കിടക്കുന്ന അവസ്ഥകളെല്ലാം പൊളിച്ച് ഒരു മഹാസൈന്യമായി പുനരുത്ഥാന ശക്തിയോടെ ദൈവത്തിന്റെ തീ പടരുന്ന, കത്തി പടരുന്ന, തീയുടെ മേൽ കാറ്റടിക്കുമ്പോൾ ആ തീ കത്തി പടരുന്ന പോലെ let the wind of God spread. കർത്താവേ, ALFCയുടെ സഭകൾ ഭാരതത്തിന്റെ 4 ദിശകളിലേക്കും രാജ്യങ്ങളിലേക്കും കത്തി പടരുവാൻ let the wind blow. Let the fire of God, ദൈവത്തിന്റെ അഭിഷേകം ചുമക്കുന്ന അങ്ങയുടെ ദാസന്മാരും ദാസിമാരും ദൈവസഭ ഭാരതത്തിന്റെ 4 കോണുകളിലേക്ക്, ഭൂമിയുടെ 4 കോണുകളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് ഈ കാറ്റാഞ്ഞടിച്ച് ശക്തന്മാർ, അതിശക്തന്മാർ ദൈവത്തിന്റെ നിയോഗം പ്രാപിച്ച് പുറപ്പെടുന്ന ദിവസങ്ങളായി ദൈവസഭ വിശാലമായ, സ്പ്രെഡ് ആകുന്ന, ഇൻക്രീസ് ആകുന്ന, വർദ്ധിച്ചു വരുന്ന ദൈവത്തിന്റെ റൂഹ കാറ്റിനായി ഞങ്ങൾ നന്ദി പറയുന്നു. Thank you, God. We receive it. We receive the wind of God. We welcome the wind of God, the four winds of God. Thank you, thank you, thank you. In Jesus' precious name, യേശുവിൻ നാമത്തിൽ. Amen, 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 amen. God bless you.